സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാളുകളായി നമ്മുടെ കാലാവസ്ഥ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക. കൃത്യമായ ഒരു ഗ്യാപ്പ് സീസണുകൾ തമ്മിലില്ല എന്ന് വേണം കരുതാൻ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്, എന്താണ് അതിന്റെ മൂല കാരണം എന്നൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഇന്ന് വിജയരാമൻ സാർ നമ്മോട് സംസാരിക്കും. സാറിനെ സംബന്ധിച്ചോളം സാറ് ഇഗ്നോയിൽ നിന്ന് എൻവയോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഹോൾഡറാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പഠനങ്ങൾ സാർ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. തീർച്ചയായിട്ടും അതിൽ കാരണം നമ്മൾ തന്നെയാണ് എന്ന് അല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കും അതിന്റെ കാരണം. തീർച്ചയായിട്ടും സാറിന്റെ ആ തോട്ടിലൂടെ വരുന്ന കാര്യങ്ങളൊന്ന് കേട്ടിട്ട് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട വിജയരാമൻ സാർ. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ ആണ്, ഓക്കെ. കാണുന്നുണ്ട് അല്ലേ? കാണുന്നുണ്ട്, കറക്റ്റ് ആണ്. ഓക്കെ. അപ്പോ ഒരു വളരെ അത്യാവശ്യമായ ഒരു ഒരു ടോപ്പിക് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. മനുഷ്യ വംശത്തിന് തന്നെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ പൊതുവെ നമ്മളെ എല്ലാം നേരിട്ട് തന്നെ ബാധിക്കും. അതുപോലെ തന്നെ മനുഷ്യ വംശത്തെ പൊതുവായി തന്നെ സർവനാശാത്മകമായി ബാധിക്കും. അതായത് കാറ്റോസ്ട്രോഫിക്കൽ, കലാമിറ്റി, അത്യാഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് പോരാ. ഒരു സർവനാശാത്മകമായ ദുരന്തം, കാറ്റോസ്ട്രോഫി എന്ന നിലയ്ക്ക് ബാധിക്കാവുന്ന, ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ ഇത് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എന്നെ കേൾക്കുന്ന ആൾക്കാരോട് ഒരു പ്രധാനപ്പെട്ട ചോദിച്ചോട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാന ക്രൈസിസ് അഥവാ പ്രതിസന്ധി ഏതാണ്, അല്ലെങ്കിൽ എന്താണ്? ആരെങ്കിലും? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറ്റം തന്നെയാണ് എന്ന് മത്സമ്മ മാം പറയുന്നു. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ഒന്നോ രണ്ടോ? എതിരഭിപ്രായമുണ്ട്. കാരണം ഈ കാലാവസ്ഥ ഒരിക്കലും സ്റ്റാറ്റിക് ആയിരുന്നില്ല. അത് ഭൂമി ഉണ്ടായ കാലം മുതലേ അത് മാറിക്കൊണ്ടേയിരിക്കുന്നു, ഗ്രാജുവലായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചിട്ട് പ്രകൃതിയും ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം വന്ന കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വലിയൊരു ഒരു തുടർച്ചയാണിത്. നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ, മൺചിറ കെട്ടി ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇത്. ഭൂമി ഉണ്ടായ കാലത്തുണ്ടായിരുന്ന പ്രകൃതി അല്ല ഇപ്പോൾ. അത് ഗ്രാജുവലായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് ജീവജാലങ്ങൾ അഡാപ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് എന്റെ വീക്ഷണം മാത്രമാണ് സാർ, എതിരഭിപ്രായമല്ല കേട്ടോ. ക്രമേണ ഗ്രാജുവലായിട്ട് കാലാവസ്ഥ മാറും, അതേ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ എന്നാണ് ഡോക്ടർ സുബോധൻ സാറ് പറഞ്ഞിട്ടുള്ളത്. ഒരു പോയിന്റ് എനിക്കൊരു പോയിന്റ് പറയാനുണ്ട്. നമ്മള് ജനിച്ച് ഇത്രയും കാലം വന്ന ആ കാലഘട്ടത്തില് ഇതുപോലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അപ്പൊ സുബോധൻ സാർ പറയുന്നത് ഈ കാലാവസ്ഥ എന്ന് പറയുന്ന പ്രതിഭാസം അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഭൂമി ഉണ്ടായിട്ട് 4600 ദശലക്ഷം വർഷം അല്ലെ ഒക്കെയാണെന്ന് കണക്കാക്കി എടുക്കുന്നു. ഏകദേശം അത്തരത്തിന് ശേഷം ഭൂമി ഉണ്ടായി കൊടുത്തിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ക്രമേണ കാലാവസ്ഥകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പ്രകൃതിയുടെ വികൃതിയാണെന്ന് പറയാം. പണ്ടുള്ളതുപോലെ അല്ല, അതിന് വ്യത്യാസമുണ്ട്, വ്യതിയാനമുണ്ട്. ഇപ്പൊ സുനാമി പണ്ടുണ്ടായിട്ടുള്ളതല്ലല്ലോ. പിന്നെ വെള്ളപ്പൊക്കം, 2018 വെള്ളപ്പൊക്കം, പിന്നെ ഇപ്പോ വയനാടുള്ള വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള
പ്രകൃതിക്ഷോഭങ്ങളൊന്നും പണ്ടില്ല. പക്ഷെ കാലാവസ്ഥാ വ്യതിയാനം പണ്ട് മുതൽക്കേ ഉണ്ട്, രോഗം തുടങ്ങിയ കാലം എന്നാണ് മാം എന്റെ ഇത് അഭിപ്രായം. അതെ, കാലാവസ്ഥ മാറ്റം പണ്ട് മുതൽക്കേ ഉണ്ട്. അത് മാമോ അംഗീകരിക്കുന്നു. ഡോക്ടർ സുഭാൻ സാർ പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നു അല്ലെ? പക്ഷെ ഇതൊരു പ്രതിസന്ധിയാണോ എന്ന ചോദ്യം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണത്. മനുഷ്യന്റെ പ്രകൃതി ചൂഷണം കാരണമാണ് ഇത്രയും രൂക്ഷമായത്. അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമാവില്ല. മനുഷ്യന്റെ ബിഹേവിയർ എൻവയറമെന്റിനെ ബാധിക്കുന്നുണ്ട്, നേച്ചറിനെ ബാധിക്കുന്നുണ്ട്. അത് കാരണത്തിൽ ഞാൻ ചോദിക്കുന്ന ഇതാണ്, കാലാവസ്ഥ മാറ്റം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണോ? ഇതാണ് ചോദ്യം. ക്രൈസിസ് അന്തരീക്ഷത്തിൽ മാലിന്യങ്ങൾ കൂടുന്നു, പ്രകൃതിയില് അതിന്റെ നാച്ചുറാലിറ്റി മാറി, അതിന്റെ ഘടനയിൽ വ്യത്യാസങ്ങൾ വന്നു, മാൻമെയ്ഡ് എൻവയറമെന്റ് വന്നു. അതൊക്കെ ഹ്യൂമൻ ബിഹേവിയറിനെ ബാധിക്കുന്നു. ഹ്യൂമൻ ബിഹേവിയർ നേച്ചറിനെ ബാധിക്കുന്നതായിട്ട് അത് രണ്ടും പരസ്പരം പൂരകങ്ങളായിട്ട് നിൽക്കും. നമ്മളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇതൊരു പ്രശ്നമാണ് ഇപ്പൊ തോന്നുന്നില്ലെങ്കിലും, ഡൽഹി ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ ഈ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് നമുക്ക് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന് തോന്നുന്നില്ല ഇതൊരു പ്രശ്നമാണെന്ന് ഇപ്പോ? പ്രശ്നമാണെന്നാണ് എന്റെ അഭിപ്രായം. മഹാപ്രളയങ്ങൾ വന്നു കേരളത്തിലെ പല കാര്യങ്ങളും കേരളത്തിൽ സംഭവിച്ചു. അതുമാത്രമല്ല, കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിന്റെ കാര്യം പോട്ട്, നമുക്ക് ചുറ്റും പല മോശമായ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞു, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു പ്രതിസന്ധിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എല്ലാത്തിനും ദാനിന്റെ ഒഴിവാക്കിയാണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ, നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പൊ അത്തരം ഡിസ്റ്റർബൻസ് പറ്റില്ല. കറക്റ്റ് ആയിട്ട്. അപ്പൊ ഞാൻ ഇനി വീണ്ടും സുബോധൻ സാറിലേക്ക് പോട്ടെ. ഡോക്ടർ സുബോധൻ സാറാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. അപ്പോ സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. കാലാവസ്ഥ എന്ന് പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന് വെതർ അല്ലെങ്കിൽ കാലാവസ്ഥ, ക്ലൈമറ്റ്. വെതർ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ ഉള്ള ചെറിയ മാറ്റം, അതിന് വെതർ എന്ന് പറയും. പിന്നെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് നീണ്ട കാലഘട്ടത്തിലുള്ള ഒരു മാറ്റം, അതിനാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാലാവസ്ഥയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും ഉള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾക്കല്ല നമ്മൾ പറയുന്നത്, അത് വെതറാണ്. അപ്പൊ ഈ കാലാവസ്ഥ മാറ്റം ക്രമേണ ഭൂമി ഉണ്ടായ അന്ന് മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സാർ പറഞ്ഞത്. സാറിന് ഹിമയുഗം, ഗ്ലേഷ്യർ, അതിനെ കുറിച്ചൊക്കെ അറിയാവോ? ഹിമാനികളെ കുറിച്ചൊക്കെ അറിയാവോ? വായിച്ചിട്ടുണ്ട് സാർ, വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു 10,000 കൊല്ലം മുന്നാണ് ഇപ്പോഴത്തെ ഹിമയുഗം സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഇന്റർ ഗ്ലേഷ്യർ പീരിയഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതെ അതെ അതെ. 8 തവണ ഹിമയുഗങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. അത് കാലാവസ്ഥ മാറ്റം കൊണ്ട് തന്നെയാണ് ഇല്ലാതായിട്ടുള്ളത് അല്ലെ? അതെ. 5 തവണ ഭൂമിയിൽ കൂട്ടവംശനാശം, എക്സ്റ്റിങ്ക്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഇല്ലാതായിട്ടുണ്ട്. ഇതൊക്കെ അല്ലേ? അതെ, വായിച്ചിട്ടുണ്ട് സാർ. അപ്പോ ഈ കാലാവസ്ഥ മാറ്റത്തെയാണ് സാർ ഉദ്ദേശിച്ചത്? അത് നിരന്തരമായൊരു പ്രക്രിയയാണെന്ന് ഞാൻ കരുതുന്നു. അത് ഇപ്പോ ഇതാണ് സാർ ഉദ്ദേശിച്ചത് അല്ലേ? യെസ് യെസ്. ഇനി നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. നിരന്തരമായുള്ള ആ മാറ്റമാണോ ഇപ്പൊ നടക്കുന്നത്, അതോ വളരെ മോശമായിട്ടുള്ള, വളരെ അധികം അത്യാഹിതങ്ങൾ ഉണ്ടാക്കുന്ന, സർവനാശങ്ങൾ ഉണ്ടാക്കുന്ന, കാറ്റാസ്ട്രോഫി എന്ന് ഇംഗ്ലീഷിൽ പറയാം, അങ്ങനെ ഉണ്ടാക്കുന്ന വളരെ മോശമായ, ഭൂമിയിലെ മനുഷ്യരെ മുഴുവൻ ഇല്ലാതാക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഭൂമിയിലെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒരു കാലാവസ്ഥ മാറ്റമാണ് ഇപ്പോൾ എന്നുള്ളതിന് തെളിവുകളുണ്ട്. ആ തെളിവുകൾ വ്യക്തമാക്കാനായിട്ട് നമുക്ക് ശരിയായ ധാരണയിലേക്ക് പോകാം, ശരിയായ കാഴ്ചപ്പാടിലോട്ട് നമുക്ക് പോകാം. ഇതിനെക്കുറിച്ച് വളരെ ഇതിന്റെ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാബു സാർ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ ജനറൽ പബ്ലിക്കിന്, അതായത് സാമാന്യ ജനങ്ങൾക്ക് കൊടുത്ത പരിചയം കൂടി എനിക്കുണ്ട്. അതുപോലെ കമ്പനിയിൽ ഇതേ ടോപ്പിക്ക് പഠിപ്പിച്ചതും അതുപോലെ തന്നെ ഇതിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് എല്ലാം ചർച്ച ചെയ്തിട്ട് തന്നെ
ഇതിന്റെ ശരിയായ സത്യസ്ഥിതി ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. ശ്രമം നടത്തുകയല്ല, നമുക്ക് അവബോധം ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ എന്നോട് സാഹചര്യത്തിൽ നമ്മൾ അത് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ. കാണുന്നുണ്ടോ എന്റെ സ്ലൈഡ്? ആരെങ്കിലും ഒരാൾ പറയൂ, എന്റെ സ്ലൈഡ് കാണുന്നുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ച് അതെ, മൊത്തം ഭൂമിയെ കാണിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഭൂമി എന്ന് പറയുന്നത് അല്ലെ. ആ ഭൂമിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ പി.ടി. തോമസിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അല്ലെ, അതൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മളെ ഭൂമിയെ കുറിച്ച് ആ നല്ല ചിന്തകള് മനസ്സിൽ വരട്ടെ. ഓക്കെ, എന്റെ ഫോൺ നമ്പറാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് കേൾക്കാത്തവരുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് അവസാനം അല്ലെ, ഭൂമിയുടെ അവസാനം അല്ലെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങളുടെ അവസാനം വളരെ അടുത്താണ് എന്നാണ് പറയുന്നത്. ഇത് കാലാവസ്ഥ ഉച്ചകോടി ഇപ്പൊ കഴിഞ്ഞുള്ളൂ ബ്രസീലിലെ ബെലേമില്. ജനങ്ങളെല്ലാം വളരെ വയലന്റ് ആയിട്ട് വളരെയധികം ദേഷ്യത്തില് മാർച്ച് നടത്തുകയാണ്. അവിടെ ഭയങ്കര സമരം നടത്തുകയാണ് ജനങ്ങൾ. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. ഇപ്പൊ ഈയിടെ 10-ാം തീയതിക്കാണ് അത് കഴിഞ്ഞത്. കാര്യമായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഈ കാലാവസ്ഥ മാറ്റത്തിനെ തടയാൻ, കാലാവസ്ഥ മാറ്റം മനുഷ്യരുടെ ഇപ്പോഴുള്ള കാലാവസ്ഥ മാറ്റം ദ്രുതഗതിയിലുള്ള മാറ്റമാണ്. സുബോധൻ സാറ് പറഞ്ഞിട്ട് പോലെയുള്ള ക്രമേണയുള്ള മാറ്റമോ അല്ലെങ്കിൽ ഗ്ലേഷ്യർ ഹിമയുഗത്തിന്റെ കാലഘട്ടത്തിലുള്ള വല്ലാതെയുള്ള മാറ്റമോ വളരെ ക്രമാതീതമായുള്ള മാറ്റം അതൊന്നല്ല. ഇത് സാധാരണത്തിൽ കവിഞ്ഞ മാറ്റമാണ്. അത് നമ്മൾ വളരെ വ്യക്തമാവുന്ന രീതിയിലുള്ള കണക്കുകൾ ഞാൻ അടുത്ത സ്ലൈഡുകളൊക്കെ പറയാം. ഇനി എന്താണ് കാലാവസ്ഥ മാറ്റത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഈ ക്ലാസ്സോടുകൂടി നമുക്ക് രൂപീകരിച്ചെടുക്കണം. ഇപ്പൊ വലിയ വലിയ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ആരെങ്കിലും ഇതൊന്ന് വായിക്കോ? ബാരക് ഒബാമ, ലോകം ഒത്തൊരുമിച്ച് ഇത് നേരിടണം. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടുതൽ വരൾച്ച, പട്ടിണി, കൂട്ടപ്പലായനം എന്നിവ ദശവർഷങ്ങളോളം വീണ്ടും വീണ്ടും കൂടുതൽ പ്രതിസന്ധികൾക്ക് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ ശാസ്ത്രത്തിന് ഒരു സംശയവുമില്ല. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഒരു നിർത്തൂ. അപ്പൊ ഇത് ബാരക് ഒബാമ എന്ന മനുഷ്യ സ്നേഹി പാരീസ് അക്കോർഡ് അല്ലെ, അത് ബന്ധപ്പെട്ടല്ല. ഇത് തടയാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെല്ലാം ഒന്നിച്ച് ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്. അതില് ഒപ്പിട്ട ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതിനോട് യോജിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കണേ. ഇനി അടുത്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. കിണർ പറ്റുമ്പോഴേ വെള്ളത്തിന്റെ വിലയറിയൂ. അതെ, ഇപ്പൊ നമുക്കൊന്നും അറിയില്ല. ഇത് നമ്മളെ വളരെ ശക്തമായി ബാധിക്കുമ്പോൾ മാത്രം, നമ്മളെ ബാധിക്കുമ്പോൾ ഇപ്പൊ കേരളത്തിൽ പലരും ബാധിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ട്, വളരെ ദാരുണമായിട്ട് ബാധിച്ചിട്ടുണ്ട് കേരളത്തിൽ പലരും. അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവരും ഇപ്പോഴും അവബോധത്തിലാണോ എന്ന് എനിക്കറിയില്ല. കാലാവസ്ഥ മാറ്റം നമ്മളാൽ ഉണ്ടാക്കിയ പ്രവൃത്തിയാണെന്ന് അവർ അവബോധത്തിലാണെന്ന് എനിക്കറിയില്ല. ഇനി അടുത്തൊന്ന് വായിക്കോ. റൊണാൾഡ് റീഗൻ. പരിസ്ഥിതി സംരക്ഷണം ലിബറലുകാരുടെയോ കൺസർവേറ്റീവുകാരുടെയോ വെല്ലുവിളിയല്ല, അത് കോമൺ സെൻസ് ആണ്. അതെ, ഇത് ഇന്നാള് ചെയ്യണം എന്നുള്ളതല്ല, ഇന്ന രാജ്യം ചെയ്യണം എന്നുള്ളതല്ല, ഇന്ന വ്യക്തി ചെയ്യണം എന്നുള്ളതല്ല. ഇത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി പണ്ടേ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് പറയും. പ്രകൃതി എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ളത് നൽകുന്നു. എന്നാൽ എല്ലാ മനുഷ്യരുടെയും അത്യാർത്തിയെ തൃപ്തിപ്പെടുത്താൻ അതിനാവില്ല. ക്ലിയർ ആണല്ലോ, ഇത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അടുത്തതും കൂടി വായിക്കട്ടെ. ബിൽ ഗേറ്റ്സ്. കാലാവസ്ഥാ മാറ്റം ഒരു ഭയങ്കര പ്രശ്നമാണ്, അത് പൂർണ്ണമായും പരിഹരിക്കണം. അതിന് ഒരു വളരെ വലിയ മുൻഗണന നൽകണം. ക്ലിയർ ആണോ ഇത്? ബിൽ ഗേറ്റ്സ് പറഞ്ഞത് നിസ്സാരക്കാരനായുള്ള വ്യക്തിയല്ല. ഈ ലോകത്തിന്റെ എന്താ പറയാ സാമ്പത്തിക ചക്രം തിരിക്കുന്ന ഒരു മനുഷ്യനല്ലേ അദ്ദേഹം. രണ്ടാമത്തെ ഇലോൺ മസ്ക്.
നാം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണ്. അത് ഒരു പരിസ്ഥിതിപരമായ സർവനാശം ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡിന് അന്തരീക്ഷത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതാണ്. അതാണ് ഇലോൺ മസ്ക് പറയുന്നത്. സർവനാശം, പരിസ്ഥിതിപരമായ സർവനാശം. എന്താണ് ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലെ? നമുക്ക് ജീവശ്വാസം നൽകുന്നത്, നമുക്ക് കുടിക്കാനുള്ള ജലം തരുന്നത്, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരുന്നത്, നമുക്ക് ജീവൻ തരുന്നത്, അതാണ് പരിസ്ഥിതി. ആ പരിസ്ഥിതിയുടെ സർവനാശം, അതാണ് കാറ്റാസ്ട്രോഫി, മുഴുവനായിട്ട് നശിക്കുക, ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. അതിന് ഒരേ ഒരു വഴിയുള്ളൂ, കാർബൺ ഡയോക്സൈഡ്, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ ഇലോൺ മസ്ക് പറഞ്ഞത്. അദ്ദേഹം ശാസ്ത്രജ്ഞനല്ല, എങ്കിൽ കൂടി കാര്യഗൗരവമുള്ള മനുഷ്യ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അതാണ് ആകേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ നല്ല ആൾക്കാരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, പിന്നെ ചില ആൾക്കാര്, ഒരു പ്രത്യേക വ്യക്തി, അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് പോകുന്നില്ല. അങ്ങനെയും ആൾക്കാരുണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും പറയുന്നതും. അത് ഒരു വ്യക്തി പറഞ്ഞതാണ്, ഇതൊരു ചതിയാണ്, ദിസ് ഈസ് എ കോൺ. അത് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം തന്നെ ആ രാജ്യത്തിലെ ഒരു സെനറ്റർ പറഞ്ഞത് ആവർത്തിച്ചു, ഡ്രിൽ ബേബി ഡ്രിൽ, അതായത് വീണ്ടും വീണ്ടും കുഴിച്ചെടുത്തോളൂ. ഇതാരാണ് പറഞ്ഞതെന്നറിയാവോ? ഇത് പറഞ്ഞത് ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ നിലപാടും ഇവരുടെ ഈ നല്ല മനുഷ്യരുടെ നിലപാടും തമ്മിൽ എത്രത്തോളം വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അദ്ദേഹം ഈ പറഞ്ഞത് വെറും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ രാജ്യമാണ് ഇതെല്ലാം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ടും മനുഷ്യർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ, സാമ്പത്തിക സ്ഥിതി നന്നാക്കിയാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സ്ലൈഡിലുള്ള കാര്യങ്ങളൊന്നും നോക്കി നോക്കൂ. ഭൂമിയുടെ ഉപരിതല താപം എല്ലാ റെക്കോർഡും പൊട്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു ക്രിറ്റിക്കാലിറ്റി, ഇതിൽ കൂടിയാൽ വളരെ പ്രശ്നം ഉണ്ടാകും എന്ന് അവസ്ഥയിൽ അത് മുന്നോട്ട് പോവുകയാണ്. 2024 നമ്മൾ കണ്ടതല്ലേ, കഴിഞ്ഞ കൊല്ലാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചൂടുള്ള കൊല്ലമായിരുന്നത്. നമ്മളത് ശ്രദ്ധിച്ചായിരുന്നു. 2015 തൊട്ടിട്ട് 2024 വരെയുള്ള കേരളത്തിന്റെ അന്തരീക്ഷം അല്ലെങ്കിൽ കാലാവസ്ഥ ഏറ്റവും ചൂട് കൂടിയതായിരുന്നു. 2024 നമ്മുടെ വ്യവസായ യുഗം ഉണ്ടല്ലോ, 1817 തുടങ്ങിയതാണ് വ്യവസായ യുഗം എന്ന് പറയുന്നത്. അതിന്റെ മുന്നേക്കാളും 1.5 ഡിഗ്രി കൂടുതൽ താപം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന് കാരണം ഹരിതഗേഹവാതകങ്ങളാണ്. ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് മാറ്റിയാലാണ് ഈ ചൂട് കുറയുന്നത്. നമുക്ക് മഹാപ്രളയങ്ങൾ 2 ഉണ്ടായി ഇല്ലേ? കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു ഈ ഒരൊറ്റ കാരണം കൊണ്ട്? ഒന്ന് ഓർക്കുന്നോ? കേരളത്തില് വളരെ വളരെ മോശമായുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? 2 മഹാപ്രളയങ്ങൾ ഉണ്ടായത് ഈ കാലാവസ്ഥ മാറ്റത്തിന്റെ കാരണമാണ്. നമുക്ക് വെസ്റ്റേൺ ഘട്ട്, നീണ്ട തീരപ്രദേശം, അതുപോലെ സഖ്യ പർവ്വത നിര, ഇത് 2 ഇടയ്ക്ക് വളരെ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെയധികം സെൻസിറ്റീവാണ് കാലാവസ്ഥ മാറ്റത്തിന്. 2018 മുതൽ കേരളത്തില് അതിതീവ്ര മഴകൾ വർദ്ധിച്ചു. അതാണ് 2018, 19, 21 പ്രളയങ്ങൾ ഉണ്ടായി കേരളത്തിൽ. നമ്മുടെ കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് കാരണം അറബിക്കടലിലെ താപനില കൂടിയതാണ്. അതിന് കാരണം ഈ ഗ്ലോബൽ വാർമിംഗ് ആണ്. ഈ ഗ്ലോബൽ ആഗോള താപനമായിരുന്നു അതിന് കാരണം. അതുകൊണ്ടുണ്ടായ കാലാവസ്ഥ മാറ്റമായിരുന്നത്. അതുപോലെ നമ്മൾ അനുഭവിച്ചു അതിന്റെ ആ ദുരിതഫലം. ഓക്കെ,
സാധാരണഗതിയില് സുബോധനൻ സാറ് പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ 100 കൊല്ലത്തിലൊരിക്കലേ ഒരു പ്രളയം ഉണ്ടാകാറുണ്ട്. 910 പ്രളയോ അല്ലെ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? 2018, 19, 2021 ഓക്കെ, അങ്ങനെ. പിന്നെ ഉരുൾപൊട്ടല് അല്ലെ, ഈ നദീതീരങ്ങൾ ഇടിയുന്നു, അതുപോലെ ഈ ഒരുപാട് കൃഷിനാശം. കേരളത്തിന് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇവിടെ ഉള്ള വിളകളെല്ലാം നമുക്ക് സാമ്പത്തിക നേടിത്തരുന്ന വിളകളെല്ലാം ഈ കാലാവസ്ഥയെ ആശ്രയിച്ചിട്ടുള്ളതാണ്. റബ്ബർ, ഏലം, ചായ, കാപ്പി, ഇതിനെല്ലാം ഈ വിളകളെല്ലാം ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, 0.8 തൊട്ടിട്ട് 1 ഡിഗ്രി വരെ താപം ഈ കാലഘട്ടത്തിൽ കൂടിയിട്ടുണ്ട്, ഈ ദശകത്തിൽ കൂടിയിട്ടുണ്ട്. 2015 മുതൽ ഹീറ്റ് വേവുകൾ. എന്താണ് ഹീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉഷ്ണതരംഗം ഈ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. 2015 മുതൽ തുടങ്ങിയിട്ടുള്ളത്. എന്താണെന്ന് അറിയാമോ അത്? നമ്മുടെ അന്തരീക്ഷ താപം 40 ഡിഗ്രിയിൽ കൂടുകയാണെങ്കിൽ, 2 ദിവസം അടുപ്പിച്ച് കൂടുകയാണെങ്കിൽ ഉഷ്ണതരംഗമായി. ഈ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും അധികം അത് പ്രസക്തമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ കാലഘട്ടത്തിൽ, ഈ 2015 തൊട്ട് 2024 വരെയുള്ള കാലഘട്ടത്തിൽ ചൂട് കൂടിയതുകൊണ്ട് എത്ര കൂടി? 0.8 തൊട്ട് 1 ഡിഗ്രി വരെ സാധാരണത്തിൽ കൂടി. ഉപരിതലതാപം കൂടിയതാണ്. അതിന് വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അതുപോലെ ഹീറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. നമുക്ക് ജോലി ചെയ്യാനുള്ള നമ്മുടെ ശേഷി നമുക്ക് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, തീരദേശ ഇടിച്ചിൽ ഉണ്ടാവുന്നുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഇത്തരം ഇതിന്റെയൊക്കെ കാരണം എന്താ? മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കുടിവെള്ളത്തിന്റെ ഗുണമേന്മ കുറയാണ് ചെയ്യുന്നത്. കുട്ടനാട് അങ്ങനത്തെ നമ്മുടെ കേരളത്തിൽ നെൽകൃഷിയുടെ അവിടെയൊക്കെ നെൽകൃഷിക്ക് നാശം വരെയാണ്. ഉരുൾപൊട്ടലുകൾ ഉണ്ടാകും, വലിയ വലിയ ദുരന്തങ്ങൾ നമ്മൾ കണ്ടു, ദുരന്തങ്ങൾ പലതും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലോട്ട് പോകുന്നില്ല. ഇതൊക്കെ ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക മാത്രം. പിന്നെ 2025 കാർബൺ ഡയോക്സൈഡ് വാല്യൂ 430 ആയിരുന്നു, ppm. ഈ ppm എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ, ലക്ഷത്തിൽ 10 ലക്ഷത്തിൽ ഒരു ഭാഗം ആണ് പറയുന്നത്. ഇത് 2023 എമിഷൻ, അതിന്റെ ബഹിർബലം റെക്കോർഡായിരുന്നു. അതുപോലെ അത് പാരീസ് ഉടമ്പടിയിൽ ഇത് 3.1 ഡിഗ്രിയിൽ ഒതുക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തതാണ്. പക്ഷെ അത് നമുക്ക് പറ്റില്ല. ജോർജ് സാറേ, ജോർജ് സാറേ, ജോർജ് സാറേ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഒന്ന് മ്യൂട്ട് ചെയ്യണം ജോർജ് സാർ, മ്യൂട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കുന്നത്? എന്താ ഇപ്പൊ കോടിക്കണക്കിന് ആൾക്കാരെ വലയ്ക്കുന്ന ഒരു പ്രശ്നമാണിത്. നിസ്സാര കാര്യമല്ല. ഈ വരൾച്ച ഉണ്ടാവുന്നുണ്ട് ഒരുപാട്, ഇടയ്ക്കിടയ്ക്ക് വരൾച്ചകള്, ഇടയ്ക്ക് പ്രളയം. ഇതിന്റെ ദോഷങ്ങൾ ഇതാണ്. മനുഷ്യന്റെ ആരോഗ്യത്തെയും കാർഷികോത്പാദനത്തെയും നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ജലചക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മഴ ഉണ്ടാവുന്ന പ്രതിഭാസമാണ്. സൈക്കിൾ. ഇത് ചിലയിടത്ത് വരൾച്ച ഉണ്ടാക്കണം, ചിലയിടത്ത് അതിവർഷം ഉണ്ടാക്കണം, പ്രളയം ഉണ്ടാക്കണം. സമുദ്രജലത്തിന്റെ ഗ്ലേഷ്യർ, അതിന്റെ ഐസ് ഉരുകിയിട്ട് സമുദ്രജലത്തിലെ ലെവല് കൂടുന്നുണ്ട്. പിന്നെ ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് ആ ചൂട് വലിച്ചെടുക്കുക സമുദ്രമാണ്. അപ്പൊ അതിന്റെ കാർബൺ ഡയോക്സൈഡ് ആണ് അത് കലർന്നിട്ട് pH കൂട്ടുന്നു, അവന് അസിഡിറ്റി കൂടും. ഇതൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വെറുതെ പറഞ്ഞിട്ട് പോകാം, സ്പീഡിൽ പറഞ്ഞിട്ട് പോകാം. പിന്നെ ഈ പവിഴപ്പുറ്റുകൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഉഷ്ണമേഖലാ വനങ്ങൾ എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങളും നശിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവൻ നശിക്കും. അപ്പൊ പവിഴപ്പുറ്റുകൾ ഇല്ലാതാവുന്ന ഒരവസ്ഥ, ജൈവ വൈവിധ്യ നാശം, ബയോഡൈവേഴ്സിറ്റി,
ഒരുപാട് ജീവികൾ ഈ ഭൂമിയിൽ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിക്കും. അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പല രോഗങ്ങളും നമ്മളെ കൈവിട്ട് പോയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് കോവിഡ് വന്നത് പോലും ഈ ജൈവ വൈവിധ്യ നാശം കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതൊക്കെ നമുക്ക് പിന്നെ വന്യ ആവാസ വ്യവസ്ഥയ്ക്ക് സമ്മർദ്ദം വരുന്നുണ്ട്. അതെങ്ങനെയാന്നൊക്കെ എടുത്ത് ശാസ്ത്രീയമായിട്ടുള്ള ശരിയായ കാര്യമാണ്. നമ്മൾ ഉഷ്ണമേഖലയിൽ വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഈ സമ്മർദ്ദം വന്നിട്ടാണ് കാട്ട് മൃഗങ്ങള് എല്ലാം ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോ മയിലുകള്, അതുപോലെ പന്നി, ആന, കാട്ടാനകള് കാട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. ഇതൊക്കെയും ഈ ആഗോള താപനത്തിന്റെ തന്നെ കാര്യമാണ്. അത് വ്യക്തമായിട്ടുള്ള തെളിവ് ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇപ്പോ നമുക്കൊരു തോന്നലുണ്ട്, ഈ തലമുറയിൽ തന്നെ നമുക്ക് ഇതിന്റെ റെഡ് അലർട്ട് നമ്മൾ സ്വീകരിച്ചു വെക്കും. ഇപ്പൊ തന്നെ നമ്മൾ വളരെ ദോഷകരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് 1.5 നിർത്തണം ഈ എന്നായിരുന്നു പാരീസില് നമ്മൾ ഉടമ്പടിയിട്ടുള്ളത്. പക്ഷെ ഇതേവരെയുള്ള ശ്രമം കൊണ്ട് അതൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് വ്യവസായ യുഗത്തിന് മുമ്പായിട്ടുള്ള കാര്യത്തിൽ നിന്ന് 15.4 ഡിഗ്രിയിൽ എത്താണ് ചെയ്തിട്ടുള്ളത്. ഒരേ ഒരു വഴിയുള്ളൂ, നമ്മൾ കുഴിച്ചെടുത്ത് ഉപയോഗിക്കുന്ന ഇന്ധനങ്ങള്, അതായത് കൽക്കരി, അതുപോലെ ഈ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, ഗ്യാസ്, വീട്ടിൽ കത്തിക്കുന്ന ഗ്യാസ്, ഇതിന്റെയൊക്കെ ഉപഭോഗം കുറയ്ക്കുക. പകരം റീന്യൂവബിൾ എനർജി, അതായത് സോളാറ്, കാറ്റ്, തിരമാല, വെള്ളം, എന്നീ തരത്തിലുള്ള വൈദ്യുതി ഉപയോഗിക്കുക എന്നാണ് ഇതിനുള്ളൊരു വഴിയുള്ളത്. കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് 2 മഹാപ്രളയങ്ങൾ ഉണ്ടായി. 2016 ഒരു വരൾച്ച ഉണ്ടായി. കഴിഞ്ഞ കൊല്ലം ഏകദേശം വരൾച്ച കാലം തന്നെയായിരുന്നു 2024. ഈ കാലവർഷങ്ങൾക്ക് വളരെ സ്പഷ്ടമായി അറിയുന്ന തരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് കൂടുതൽ വർഷം, മറ്റിടത്ത് കുറവ്, വടക്ക് കിഴക്കൻ കാലവർഷം കുറവ്. ഇത് എപ്പോ വരുന്നു, എപ്പോ നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യവസ്ഥയില്ലാതായി മാറിയിട്ടുണ്ട്. പണ്ടെല്ലാം കാലവർഷത്തിന് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് അതില്ലാതായിട്ടുണ്ട്. എപ്പോ വരുന്ന അറിയില്ല, എപ്പോ നിൽക്കുന്ന അറിയില്ല. തീവ്ര മഴ ദിവസങ്ങൾ ഒരുപാട് കൂടാണ്. ഒരുപാട് ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നു. ഓക്കെ, ചില കാലവർഷത്തിന് മഴക്കുറവുകൾ ഉണ്ടായിരുന്നു. ടോട്ടൽ പാറ്റേൺ കംപ്ലീറ്റ് മാറി. ഓക്കെ, നമുക്ക് ഇത് മാത്രം മതിയല്ലോ, നമ്മൾക്ക് വളരെ ദോഷകരമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതേ രീതിയിൽ തന്നെ തുടരുകയുള്ളൂ. ഇതിന്നൊരു നല്ല മാറ്റം, പഴയ ആ നല്ല കാലത്തിലേക്കുള്ള മാറ്റത്തിന് ഒരു സാധ്യതയുമില്ല ഈ തരത്തിൽ തന്നെ പോവുകയാണെങ്കിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിന് അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് എല്ലാം വ്യക്തമാക്കി തരാൻ ഈ ക്ലാസ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ 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 അടുത്തത്, കഴിഞ്ഞ നൂറ്റാണ്ടുകളൊക്കെ നമ്മളിപ്പോ ഇതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. ഈ ഉരുൾപൊട്ടൽ, ഈ പെറ്റിവഴി അല്ലെ, അതിന്റെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത് എന്ന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ആ ഫോട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് 0.5 ഡിഗ്രിയാണ് കൂടിയിട്ടുള്ളത്, വ്യക്തമായിട്ടും കൂടിയിട്ടുണ്ട്. അത് ഇനിയും കൂടും. 2024 ഏറ്റവും കൂടിയ ചൂട്. 2016 അതിന്റെ മുന്നേ ഏറ്റവും വരൾച്ച ഉണ്ടായുള്ള കൊല്ലം. ആ റെക്കോർഡ് തകർത്തിട്ട് 2024 വന്നു. ഇങ്ങനെയാണ് ഇതിന്റെ സ്വഭാവം. ആഗോളതാപനം വർദ്ധിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരിക്കൽ വരൾച്ച വരും, പിന്നീട് അതിപ്രളയം, അതിതീവ്ര മഴയും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ദിശാതാത്മകമായിട്ടുള്ള പരിണത ഫലങ്ങള്. വളരെ വർദ്ധിക്കുന്ന വരൾച്ച ഉണ്ടാവും. അതുപോലത്തെ മരുഭൂവൽക്കരണം. എന്താണ് ഈ മരുഭൂവൽക്കരണം എന്ന് പറഞ്ഞാൽ? മരുഭൂവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ മേൽമണ്ണ്, അതാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. അത് 1-1.5 അടി ഉള്ള ആ മേൽമണ്ണ്
ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു സ്ക്വയർ ഇഞ്ച് മേൽമണ്ണ് ഉണ്ടാവുന്നത്. അത്രയധികം പരിസ്ഥിതിയുടെ പ്രവർത്തനം വഴിയായിട്ട് ഈ മേൽമണ്ണ് അങ്ങനെ അതിനെ കവർ ചെയ്യുന്ന അതിന്റെ കവറെല്ലാം ശോഷിച്ചു പോയിട്ട് പിന്നെ ഈ മരുഭൂമി പോലെ ആകി മാറും. അതിനാണ് ഡിസർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മരുഭൂവൽക്കരണം എന്ന് പറയുന്നത്. അത് വർദ്ധിക്കാൻ, അതായത് കൃഷി ചെയ്യാൻ പറ്റാതായിട്ട് മാറും. അതാണ് ആ വരണ്ടിട്ട് മേൽമണ്ണ് വരണ്ടിട്ടുള്ള കുറെ പിക്ചറുകൾ ഞാൻ കാണിച്ചത്. ഇതാണ് ഇതിന്റെ ഗുണം. പിന്നെ ഹിമാനികൾ, അത് ഗ്ലേഷ്യർ, ഡോക്ടർ സുബാദൻ സാർ പറഞ്ഞു ഗ്ലേഷ്യറിനെ കുറിച്ച്. ഇത് ധ്രുവ പ്രദേശത്തിലുള്ള ഐസ് കട്ടകളാണ്. കടലിലും അങ്ങനത്തെ ഐസ് കട്ടകളുണ്ട്. ഇവ ഉരുകിയിട്ട് സമുദ്ര ജലനിരപ്പ് ഉയരും. ഒരുപാട് വെള്ളനാശങ്ങൾ ഉണ്ടാകാം. തീരദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകും. അതായത് ഭൂമിയുടെ മേലെയുള്ള ഈ ഹരിതാഭ, പുല്ല്, അതുപോലെ കൊച്ചു കൊച്ചു ചെടികള്, ഇതെല്ലാം അങ്ങ് നശിക്കും. ആ നശിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള മണ്ണൊലിപ്പാണ്. ആ മണ്ണൊലിപ്പിന് ശേഷം ഉണ്ടാവുന്നത് മരുഭൂവൽക്കരണമാണ്. ഭൂമി ഒന്നിനും കൊള്ളാതെയാവും. ഞാൻ പറഞ്ഞു, ഭൂമിയുടെ മീതയിലുള്ള 1.5 ഇഞ്ച് ഭാഗത്തിലുള്ള മേൽമണ്ണാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. ഇതില്ലാതായി കഴിഞ്ഞാൽ ഭക്ഷണമേ ഇല്ലാതാവും. പവിഴപ്പുറ്റിന്റെ നാശം എന്ന് പറഞ്ഞാൽ വലിയൊരു നാശമാണ്. അത് ജീവന്, ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് പവിഴപ്പുറ്റ്. ഇത് നശിച്ചു പോകും. ഇത് നശിച്ചു പോകുന്നത് വളരെ വലിയൊരു കാര്യമാണ്, നിസ്സാര കാര്യമല്ല. അത് കാണാൻ ചന്തത്തിന്റെ വിഷയമല്ല അത്. ആ പവിഴപ്പുറ്റ്, ജൈവ വൈവിധ്യം നശിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ കോവിഡ് വന്നില്ലേ, അതുപോലത്തെ പല പല തരത്തിലുള്ള രോഗങ്ങള് ഇപ്പോ ഓക്കെ, അത് അങ്ങനെ ആ രീതിയിലാണ് വന്നിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക. സമുദ്രത്തിന്റെ പെരുമാറ്റത്തിലെ മാറ്റം, അതെന്തായി സമുദ്രത്തിന്റെ പെരുമാറ്റത്തിലെ മാറ്റം? സമുദ്രത്തിന് പൊതുവേ അതിന്റെ ജലപ്രവാഹങ്ങളുണ്ട്. ഈ സമുദ്രം നമ്മൾ ബീച്ചിൽ പോയിട്ട് നോക്കിയിട്ട് കാണുന്ന ഒരു കാര്യത്തിന്റെ ആ രീതിയിലുള്ള കാര്യമല്ല സമുദ്രം. അതില് അടിയില് ഇപ്പൊ ഹിമാലയ പർവ്വതം മേലെ ഉണ്ടെങ്കിൽ അത്രത്തോളം ആഴത്തിലുള്ള പർവ്വതങ്ങള് സമുദ്രത്തിന്റെ. അതുപോലെ തന്നെ സമുദ്രത്തിന്റെ ആ പർവ്വതങ്ങൾക്ക് അഗ്നി പർവ്വതങ്ങൾ ഇതുണ്ട്, വോൾക്കാനോ സ്ഫോടനം ഉണ്ടാകും. അതിന്റെയൊക്കെ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ മിനറൽസ് നദികളും കൊണ്ട് ചേർന്നത്. അതുകൊണ്ടാണ് ഉപ്പുജലമായിട്ട് വരുന്നത് സമുദ്രം. ഈ സമുദ്രത്തിന്റെ പെരുമാറ്റം കാലാവസ്ഥയ്ക്ക് വളരെയധികം പ്രധാനമായിട്ടുള്ള കാര്യമാണ്. സമുദ്ര ജലപ്രവാഹങ്ങൾ, ആ പ്രവാഹങ്ങളിൽ ദോഷം വരുന്നുണ്ട്. അത് പല രീതിയിൽ നമ്മൾ സുനാമി അനുഭവിച്ചു കഴിഞ്ഞു ഒരിക്കല്, അല്ലെ? ഇപ്പൊ ഇതാ കാറ്റുകള്, സമുദ്രത്തിലെ പെരുമാറ്റത്തിന്റെ ദോഷം. അതുപോലെ തന്നെ ഈ കാറ്റുകള് ഉള്ള വ്യത്യാസം. അത് ഇപ്പൊ ഒരു ഡിറ്റുവ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നടക്കുന്നത്, അല്ലെ? ഇതിനു മുന്നേ ഓക്കി വന്നു, വേറെ ഒന്ന് കൊടുങ്കാറ്റുകൾ, അല്ലെ? ഈ ഡിറ്റുവ വന്നിട്ട് ഒരുപാട് പ്രളയം ഉണ്ടാക്കിയിട്ട് ശ്രീലങ്ക, ചെന്നൈ, ആന്ധ്രാപ്രദേശ്, അല്ലെ? എത്രയോ പേരാ മരിച്ചത്, അല്ലെ? അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇന്തോനേഷ്യ, ഇവിടേക്കും വളരെ നാശങ്ങൾ വന്നു. ഇതൊക്കെ സമുദ്രത്തിന്റെ പെരുമാറ്റത്തിന്റെ, അല്ലെങ്കിൽ ഈ അങ്ങനെയാണ് കാറ്റ് വ്യത്യാസമായിട്ട് വരുന്നത്. ഈ സമുദ്രത്തിലെ പ്രവാഹങ്ങളിൽ വ്യത്യാസം വരുന്നു. സമുദ്രത്തിനാണ് ഏറ്റവും ചൂട് കൂടുക, ഉപരിതലതാപം കൂടുമ്പോൾ ഭൂമിയുടെ. അപ്പൊ അതിനനുസരിച്ച് കാറ്റിന്റെ കാര്യങ്ങളും വ്യത്യാസം വരുന്നുണ്ട്, കരയിലുള്ള കാറ്റിന്റെ കാര്യം. ഇതൊക്കെ ആണ് ഈ ചുഴലിക്കാറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ പ്രകൃതി ദുരന്തത്തിനും ഒരു പരിസ്ഥിതിപരമായ ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ കൊടുങ്കാറ്റുകളൊക്കെ ഈയിടെയാണ് ഇത്രയധികം വർദ്ധിച്ചിട്ടുള്ളത്. അതിനും കാരണം ഈ ആഗോളതാപനമാണ്. ഈ ആഗോളതാപനം കൊണ്ട് മാത്രമാണ് ഇപ്പോഴുള്ള ഈ കാലാവസ്ഥ അനിയന്ത്രിതമായിട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരുപാട് പകർച്ചവ്യാധികൾ, ചിക്കൻ ഗുനിയ, അല്ലെ, ഡെങ്കി ഫീവർ, പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, എന്താ, ഇതൊക്കെ ഈ ഉണ്ടാവുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ആവാസ വ്യവസ്ഥകള്, ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞ സാധനമുണ്ട് പരിസ്ഥിതിയില്. ഇത് വളരെയധികം ശോഷിച്ചു. ഈ ഇക്കോസിസ്റ്റം എത്ര നന്നാവുന്നോ അത്രയാണ് നമ്മുടെ ജീവിത വ്യവസ്ഥ നന്നാവുക. ഈ ആവാസ വ്യവസ്ഥയുടെ ശോഷണം ആണ് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക.
ഇതാണ് കാട്ടില് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കാട്ടുമൃഗങ്ങള് കാട്ടിലോട്ട് വരുന്നത്. ഭക്ഷ്യദൗർബല്യം ഉണ്ടാവുന്ന യാതൊരു സംശയവും സമുദ്രത്തിലെ ജലനിരപ്പ് എടുത്തിട്ട് ഉയർന്നിട്ട് സമുദ്രം കടല് കരയെടുക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഉപ്പുവെള്ളം കയറും, കുടിവെള്ളത്തിന് അത് ഇല്ലാതെയാവും, കൃഷിഭൂമി ഇല്ലാതെയാവും, ഒക്കെ സംഭവിക്കും. ഇതിനുള്ള പരിഹാരം ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന കാര്യമാണ്. ബോധവൽക്കരണം, എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഹരിതഗൃഹവാതകം, അതായത് ഈ പെട്രോൾ, ഡീസൽ, കൽക്കരി, ഗ്യാസ്, ഇവയെല്ലാം കത്തിച്ച് ഉണ്ടാവുന്ന വാതകങ്ങൾ ഇല്ലാതാക്കുക. അതാണ് ഊർജം സംരക്ഷിക്കുക. നമ്മൾ പരിമിതമായിട്ട് ഊർജം ഉപയോഗിക്കുക. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ അത്യാർത്തിയില് ജീവിക്കാതിരിക്കുക, ആവശ്യത്തിന് മാത്രം പ്രകൃതിയിൽ നിന്നെടുത്ത് ജീവിക്കുക. ഫോസിൽ ഇന്ധന ഉപയോഗം മാക്സിമം കുറയ്ക്കുക. അതായത് ഇപ്പൊ ഒരു കാറ് ഒറ്റയ്ക്ക് എടുത്തിട്ട് യാത്ര ചെയ്യാതെ ഒരു പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യുക. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ നമുക്കറിയാം. സോളാർ ഉണ്ട്, കാറ്റിൽ നിന്നുണ്ടാക്കാം, തിരമാലയിൽ നിന്നുണ്ടാക്കാം, പിന്നെ ബയോമാസ്, ഇതൊക്കെ ഉണ്ടാക്കാം. ഇനി അവസാനം പറയുന്നു കാർബൺ പാദമുദ്ര കുറയ്ക്കുക. ഇന്നത്തെ കാലത്ത് ഈ മതങ്ങള് പുണ്യത്തിനെ കുറിച്ചും പാപത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതില് ഇന്നത്തെ പുണ്യം പരിസ്ഥിതി സംരക്ഷിക്കലാണ്. നമ്മളാല് എത്രത്തോളം പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നു അത് കുറയ്ക്കുന്നതിനാണ് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുക എന്ന് പറയുന്നത്. മറ്റൊന്ന് മരം നടലാണ്, വനസംരക്ഷണമാണ്. കഴിയുന്നിടത്തോളം നടക്കുക, സൈക്കിൾ ഉപയോഗിക്കുക, പൊതു ഗതാഗതത്തെ ഉപയോഗിക്കുക, പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കഴിച്ച് ജീവിക്കുക. കാരണം എന്താ വെച്ചാ ഇറച്ചിയും പാലുൽപ്പന്നങ്ങളും കുറയ്ക്കുക. ഇറച്ചി ഉൽപാദനത്തില് ഒരുപാട് ഹരിതഗേഹവാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മീത്തെ ഉപയോഗിക്കുന്ന പുറത്തുവിടുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് മീറ്റ്, ഇറച്ചി കുറയ്ക്കണം എന്നാണ് പറയുന്നത്. പിന്നെ 3 Rകൾ: റീസൈക്കിൾ, റെഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യാം. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഈ ശാസ്ത്രമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ വഴി ഉള്ള എമിഷൻ, ഈ ഹരിതഗേഹവാതകങ്ങൾ പുറത്തു പോയത് കൊണ്ടാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. ഇതിനെ തടയാൻ ശാസ്ത്രം തന്നെ ഒരു വഴി കണ്ടെത്തി വെക്കും. അങ്ങനത്തെ പൊതുവായിട്ടുള്ള ശാസ്ത്രത്തിന്റെ പദ്ധതികൾ ഉണ്ടാവുക ആശ്രയിക്കും. ഈ ശാസ്ത്രജ്ഞൻ 1896 ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹം പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട്. പണ്ടേ ഇദ്ദേഹം പറഞ്ഞു, ആരും ശ്രദ്ധിച്ചില്ല. അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ചെയ്തികളാൽ കാലാവസ്ഥ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ദോഷകരമായിട്ട് ബാധിക്കും. ഇപ്പൊ ഒന്ന് നോക്കിയാൽ കാർബൺ ഡയോക്സൈഡിന്റെ ട്രെൻഡാണ് ഇത് കാണിച്ചിട്ടുള്ളത്. കൊല്ലത്ത് ഇപ്പൊ നോക്കിയേ, 1700 തൊട്ടിട്ട് നമുക്ക് BC 10,000 വരെയൊക്കെ, അതിനുശേഷമാണ് നമ്മൾ ഇപ്പോഴുള്ള മനുഷ്യർ ഈ ഭൂമിയിലുള്ളൂ. അപ്പോ 1700 BC 1700 തൊട്ടിട്ട് നോക്കിയ കാർബൺ ഡയോക്സൈഡ് ഇത്രയുള്ളൂ. 300 താഴെ കണ്ടോ. പിന്നെ 1850 സുബോധൻ സാറ് ശ്രദ്ധിക്കണം, ഇത് 1850 എന്നാണ് കൂടി. ഇപ്പോ 500 അല്ലെ മേധ PPM ആയത് നമ്മുടെ മാത്രം പ്രവൃത്തി കൊണ്ടാണ്. നമ്മുടെ വ്യവസായങ്ങള്, അത് നമ്മുടെ ട്രാൻസ്പോർട്ട്, നമ്മുടെ വാഹനങ്ങള്, അതുപോലെ അത്തരം ഊർജം ഉണ്ടാക്കാനുള്ള കാര്യങ്ങള്, ഇതെല്ലാം പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ നമ്മള് പ്രശ്നം ഉണ്ടാക്കിയത്, മനുഷ്യര് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആണ് ഭൂമിയുടെ താപം കൂടിയിട്ടുള്ളത്. സാറിന് ക്ലിയർ ആയോ സുബോധൻ സാർ? ഇത് ക്രമേണയുള്ള ഭൂമിയുടെ താപം കൂടുതലല്ല, അതുകൊണ്ടുള്ള കാലാവസ്ഥ മാറ്റമല്ല. ഇത് ഭൂമിയുടെ താപം കൂടിയിട്ടാണ്, ആഗോള താപനം വഴിയാണ് ഈ കാലാവസ്ഥ മാറ്റം ഉണ്ടായിട്ടുള്ളത്.
സാറിന് ക്ലിയർ ആയിരിക്കും വിചാരിക്കണം. ഇത് ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഗതിയല്ല, ഇത് മനുഷ്യരുണ്ടാക്കിയതാണ്. ഇതിന് മുന്നേ കാണിച്ച സ്ലൈഡ് അതാണ് വ്യക്തമാക്കിയത്. ഇനി ഈ സ്ലൈഡ് വഴി അത് കൂടുതൽ വ്യക്തമാക്കുന്നു. എന്താ നോക്കിയത് പ്രൊജക്ഷൻ ആണ്. 2020 കറക്റ്റ് നമുക്കറിയാം അല്ലെ, 25 വരെ നമുക്കറിയാം. അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇതാണ്. ഇനി ഇതിലുള്ളത് പ്രൊജക്ഷൻ ആണ്, ശാസ്ത്രജ്ഞന്മാരെ ഉണ്ടാക്കിയെടുത്താണ്. എങ്ങനെ ചൂട് കൂടും, എത്രത്തോളം ചൂട് കൂടും എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഗ്ലോബൽ മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ആഗോളതാപനം ഭൂമിയിലെല്ലാം ഒരുപോലെയല്ല ബാധിക്കുക, പലയിടത്തും പല രീതിയിലാണ് ബാധിക്കുക. അതെല്ലാം ഒരു ശരാശരിയാക്കി എടുക്കുന്നതാണ് ഈ ഗ്ലോബൽ മീൻ ആവറേജ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ 2200 ആയിട്ട് വരുമ്പോൾ ഇത്രത്തോളം കൂടും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കൂടുന്ന ഇതുകൊണ്ട് തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏറ്റവും അധികം കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്നത് USA ആണ്, 20 അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ഡൊണാൾഡ് ട്രംപ് ആണ് ഇതൊരു ചതിയാണെന്നും ഡ്രിൽ ബേബി ഡ്രിൽ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എത്രത്തോളം തിന്മയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് മനുഷ്യവംശത്തോട് എന്നുള്ളത് ആണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് ജർമ്മനി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1.5 ടണ്ണേ ഉള്ളൂ. ഒരു മനുഷ്യൻ പുറത്തുവിടുന്ന, മനുഷ്യന്റെ ആവറേജ് ആണ്, ഒരു മനുഷ്യൻ പുറത്തുവിടുന്ന, ജീവിക്കാനായിട്ട് പുറത്തുവിടുന്ന ഹരിതഗേഹവാതകത്തിന്റെ കാര്യമാണ് ഇത് എഴുതിയിട്ടുള്ളത്. കാർബൺ ഡയോക്സൈഡ് എമിഷനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പോ ഇതിനുള്ള കാരണം ഒന്നെന്താണ്, ഈ ഭൂമിയുടെ താപം വർദ്ധിക്കുന്നതിന്, ആഗോള താപനത്തിനും അതുമാത്രം കൊണ്ടുണ്ടാവുന്ന ഈ കാലാവസ്ഥാ മാറ്റത്തിനും കൊണ്ടുണ്ടാക്കുന്ന ഈ ദുരിതത്തിനും, ഈ മഹാപ്രളയങ്ങള്, വരൾച്ചകള്, പട്ടിണി, അതുപോലത്തെ കൊടുങ്കാറ്റുകള്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇത് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് തമിഴ്നാട്ടില്, ആന്ധ്രാപ്രദേശില്, ശ്രീലങ്കയില്, അതുപോലത്തെ ഇന്തോനേഷ്യയില്, ഇവിടെ എല്ലാം അവിടുത്തെ ജനങ്ങളെ കുറിച്ചൊന്ന് ഓർത്താൽ മനസ്സിലാവും. നമ്മൾ 2 മഹാപ്രളയം ഇവിടെ കണ്ടു, 3 മഹാപ്രളയം കേരളത്തിലുണ്ടായിട്ടുണ്ട് സത്യത്തില്. പിന്നെ 2 വരൾച്ചയും നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലാണ് ഒരു വരൾച്ച ഉണ്ടായത്. ഇതൊക്കെ ഇതുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം വനനശീകരണമാണ് ഒന്ന്. ഓക്കെ, പിന്നെ ഈ കാർബൺ ഡയോക്സൈഡിന്റെ എമിഷനാണ് ഇതിന് കാരണം. ഒന്ന് നോക്കി ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാവോ. കാർബൺ ഡയോക്സൈഡിന്റെ എമിഷനാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോ 1990 എത്ര ഉണ്ടായിരുന്നു നോക്കൂ. എന്നിട്ട് അങ്ങനെ കയറിതാ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു. ഏത് കൊല്ലത്തിലാണിത്? 2010 സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മനുഷ്യര് പൊതുവെ അധികം പൈസ ചെലവാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പൊ ഇത് കുറഞ്ഞു. അതുപോലെ കോവിഡ് വന്നു. കോവിഡ് നമ്മൾ അനുഭവിച്ചതാ. ആ സമയത്ത് ഇത് കുറഞ്ഞു. അതായത് ഇത് പരിപൂർണമായിട്ട് മനുഷ്യനിർമ്മിതിയാണെന്നുള്ളതിന് തെളിവാണത്. ഓക്കെ, ഇപ്പോ അടുത്ത അവസ്ഥയില് ഭയങ്കരമായിട്ട് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ലോകത്തിന്റെ പോലീസുകാരനാണ് പറയുന്നത് ഇതൊരു ചതിയാണ്, ഡ്രിൽ ബേബി, വീണ്ടും വീണ്ടും കുഴിച്ചെടുത്തോളൂ, വീണ്ടും വീണ്ടും കത്തിച്ചോളൂ എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ വീണ്ടും വീണ്ടും കത്തിച്ചോളൂ എന്ന് പറയുന്ന ലോകത്തിന്റെ പോലീസുകാരനാണ് ഇപ്പൊ ലോകം ഭരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞു ഇന്ത്യയെ പോലുള്ള വികസിത രാജ്യമല്ല, വികസ്വര രാജ്യങ്ങൾ, അവര് പാവങ്ങളാണ്. അവർക്ക് ജീവിക്കാൻ തന്നെ ഗതിയില്ലാതിരിക്കുകയാണ് അവരുടെ രാജ്യങ്ങൾ. അവർക്കൊന്നും അധികം ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്ന വികസിത രാജ്യങ്ങളാണ്. അവരധികം ചെയ്യും. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ, അമേരിക്കയും കാനഡയും വേറെ ആളാണ്. കാനഡ ഇതുപോലെ തന്നെ പറയുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇത് കൂടിക്കൊണ്ടേയിരിക്കുക തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കറക്റ്റ്. ഇപ്പോ ഒരു പരിസ്ഥിതിയെ കുറിച്ച് അറിയുന്നവർക്കറിയാം, ഓസോണിന്റെ ഒരു ലെയർ ഉണ്ട്. ഇപ്പോ അന്തരീക്ഷത്തിലെ 10 കിലോമീറ്റർ ഉയരത്തിൽ ചെന്ന ട്രോപ്പോസ്ഫിയർ എന്ന് പറയും. അതിന്റെ മീതെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയും. അങ്ങനെയാണ് അന്തരീക്ഷം ഉള്ളത്. ഈ 10 കിലോമീറ്ററിന്റെ അകത്താണ് നമുക്ക് അന്തരീക്ഷവായു, നമുക്ക് പറ്റിയ അന്തരീക്ഷവായു ഉള്ളത്. അതിന്റെ മീതെ സ്ട്രാറ്റോസ്ഫിയർ. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു ഓസോണിന്റെ പാളിയുണ്ട്. അതിലൊരു ദ്വാരം ഉണ്ടായിരുന്നു.
ആ ദ്വാരം കൂടുകയാണെങ്കിൽ അത് അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് പതിപ്പിക്കും. അത് പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിക്കുമ്പോൾ തന്നെ വ്രണങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ക്യാൻസർ രോഗം വർദ്ധിക്കും. ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതുപോലെ തന്നെ മനുഷ്യൻ കാരണമാണ് ഉണ്ടായത്. ഈ ഓസോൺ പാളികൾക്ക് ദ്വാരം ഉണ്ടായത്. അതായത് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന, അതായത് നമ്മുടെ AC-ക്കകത്ത് ഫ്രിഡ്ജിന്റെ അകത്തും പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു കെമിക്കൽ കാരണമാണ് ഇതുണ്ടായത്. ഇപ്പൊ ഇങ്ങനെ ഒരു ദോഷമുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയപ്പോ ഈ ലോകം മുഴുവൻ ഉണർന്നിട്ട് അത് തടയാൻ നമുക്ക് കഴിഞ്ഞു. ഓസോൺ പാളിയുടെ ദ്വാരം നമുക്ക് തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം. അത്രയും ശക്തരാണ് ലോകത്തെ മനുഷ്യർ. നല്ല മനുഷ്യർ ലോകത്ത് ഒരുപാടുണ്ട്. അപ്പൊ ഈ ക്യാൻസർ പെരുകാതിരിക്കാനും അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ നമുക്കിലേക്ക് പതിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ലോകം ചെയ്തു. അതിന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതും നമുക്ക് കുറയ്ക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ആരും കുറയ്ക്കുന്നില്ല, കുറയ്ക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് ലോക ഉച്ചകോടിയിൽ സമരം ആദ്യത്തെ വിജയം കാണിച്ചത്. വികസിത രാജ്യങ്ങളാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അവരുടെ ജീവിതശൈലിയും ഊർജ്ജ വിനിയോഗത്തിലെ കൂടുതൽ രുചി. അതാണ് ഇതിന് കാരണം. വികസ്വര രാജ്യങ്ങള് ദുർബലരായുള്ളവരാ. എന്നാലും അവര് കാര്യങ്ങൾ, ഇന്ത്യ നന്നായിട്ട് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പാരമ്പര്യേതര ഊർജ ഇപ്പോ നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഇന്നത്തെ ക്ലാസ് ഞാൻ എന്താണ് ഇത് എന്ന് മാത്രം വ്യക്തമാക്കിയിട്ട് നിർത്താൻ പോകുകയാണ്. ഇപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന്, ഹരിതഗേഹവാതകങ്ങൾ എന്നൊരു കാര്യമുണ്ട്. അതിൽ പെടുന്നതാണ് ഈ കാർബൺ ഡയോക്സൈഡ്. മറ്റൊന്ന് മീഥേനാണ്, മറ്റൊന്ന് നീരാവിയാണ്, മറ്റൊന്ന് നൈട്രസ് ഓക്സൈഡ് ആണ്, മറ്റൊന്ന് ഓസോൺ ആണ്, CFC എന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹാലോൺ, പാരോക്സി അസറ്റേറ്റ്. ഇതൊക്കെയാണ് ഹരിതഗേഹവാതകങ്ങൾ. ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഇതില്ലെങ്കിൽ, ഇതൊരു ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു പുതപ്പ് പോലെ ഇരിക്കുകയാണ്. ഇത് ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമുക്ക് മിതമായുള്ള ചൂട് കിട്ടുന്നത്. ഇത് ഇല്ലെങ്കിൽ -33 ഡിഗ്രിയിലേക്ക് ഭൂമിയുടെ ഉപരിതലാപം കൂടും. ഇവ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഭൂമിയിൽ വാസയോഗ്യമാവുന്നത്. പക്ഷേ അതിന്റെ ആ അനുപാതം സാധാരണത്തിൽ കവിഞ്ഞു പോകുമ്പോൾ അമിതമായ താപം ഉണ്ടാവുന്നു. ഇതാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കും വിചാരിക്കുന്നു. ഇതിന് കാരണം കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇവ കത്തിക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ വന നശീകരണം കൊണ്ടും ആണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ കവറ്, അതായത് ചപ്പ് ചവറുകള്, പുല്ല് ഒക്കെ വെച്ചിട്ട് മൂടിക്കിടക്കുന്ന ഭൂമിയുടെ കവർ ഇല്ലാതാവുമ്പോൾ അപ്പോഴും ഇതുപോലെ ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കലർന്നിട്ട് ഈ കാരണം കൊണ്ടാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കണക്ക്. 25% കൂടിയിട്ടുണ്ടായിരുന്നു. 272 അതേ മുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ppm ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ 425ഓളമായി ppm. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ മഹാപ്രളയങ്ങളും കൊടുങ്കാറ്റുകളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവൃത്തിയും നമ്മളിത് വിജയിച്ചിട്ടില്ല. ഇതേ രീതിയിൽ തന്നെ തുടരും എന്നാണ് നമ്മളുടെ അവസ്ഥ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് കാലാവസ്ഥ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, അത് മനസ്സിലാക്കിയാൽ മതി. അന്തരീക്ഷം, ഹൈഡ്രോസ്ഫിയർ, ക്രയോസ്ഫിയർ, ഭൂമിയുടെ ഉപരിതലം, ബയോസ്ഫിയർ, ഈ 5 വിഭാഗങ്ങൾ കൊണ്ടാണ് കാലാവസ്ഥ ഉണ്ടാവുന്നത്. ആ കാലാവസ്ഥയില് ആകെ മാറുന്നത് ഈ അന്തരീക്ഷം മാത്രമേ ഉള്ളൂ. ഈ അന്തരീക്ഷത്തിലെ ഈ വാതകങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വാതകങ്ങൾ മാറുന്നതുകൊണ്ട് മാത്രം തന്നെയാണ് ഈ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാതെ ഭൂമിയുടെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാലാവസ്ഥ മാറ്റം അല്ല ഇത് നമ്മളാരുണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാലാവസ്ഥയുടെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല. പിന്നെ ബാധിക്കുന്നത് അക്ഷാംശമാണ്, ഭൂമിയുടെ അക്ഷാംശമാണ്.
പിന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് ആൾട്ടിറ്റ്യൂഡ്, പിന്നെ സമുദ്രജല പ്രവാഹങ്ങളാണ്, ഈ കാറ്റാണ്. നമ്മളെ ഒരുപാട് അതായത് ഒരു ശേഷി ഉണ്ടെങ്കിൽ, ഒരു മലിനീകരണം അതിന് ശേഷി ഉണ്ടെങ്കിൽ 15 ദിവസം കൊണ്ട് ഭൂമി മുഴുവൻ വ്യാപിക്കും. അത്രയധികം കാറ്റുകൾ നമുക്ക് ഉണ്ട് ഈ ഭൂമിയിൽ. ഈ കാറ്റുകളാണ് ഇതിലുള്ള കാര്യം. ഓക്കെ. പിന്നെ സമുദ്രത്തിൽ നിന്ന് അകലമാണ്. ഇതൊക്കെ കാരണമാണ് കാലാവസ്ഥ ഉണ്ടാവുന്നത്. ഇതിൽ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ 78% നൈട്രജനാണ്, 29% ഓക്സിജനാണ്, 0.93% ആർഗാണ്. ഈ ശതമാനത്തിലും താഴെയാണ് ഈ സാധനം ഉള്ളത്, ഹരിതഗേഹവാതകം ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള വാതകങ്ങളുള്ളത് ppm 10 ലക്ഷത്തിൽ ഒരു പങ്ക്. ആ ഒരു കൂടലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തെളിവോടുകൂടി ശാസ്ത്രം സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഈ ആഗോളതാപനത്തിനും കാലാവസ്ഥാ മാറ്റത്തിനെ കുറിച്ചിട്ട് ആ വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം വെച്ചത്. അവരിത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയവരാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഞാൻ കൂടുതൽ മോശമായുള്ള വാക്കുകളൊന്നും പറയുന്നില്ല, അങ്ങനത്തെ മനുഷ്യരല്ല. അപ്പൊ നമ്മള് ആ ഒരു നല്ല കാഴ്ചപ്പാടിലേക്ക് നീങ്ങണം. ഇത് നാം കാരണം തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ നല്ല സുസ്ഥിതി നമുക്ക് തന്നെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓസോൺ പാളിയിലെ ദ്വാരം നമ്മൾ അടച്ചതുപോലെ ഇതും ഇല്ലാതാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ ഉപകരിച്ചാല് ഈ ക്ലാസ് കൊണ്ട് ഗുണമായി. ഓക്കെ. ഇനി അപ്പോ ഉണ്ടാക്കുന്ന പരിണത ഫലങ്ങൾ എന്താ വെച്ചാൽ, നമ്മുടെ ഭൂമിയിൽ ആർട്ടിക്, അന്റാർട്ടിക് ധ്രുവ പ്രദേശങ്ങൾ അല്ലെ, ധ്രുവ പ്രദേശങ്ങളിലെല്ലാം മഞ്ഞാണ് കിടക്കുന്നത്. അത് ഹിമാനികൾ എന്ന് പറയും. അതായത് കൊല്ലങ്ങളായിട്ട്, അല്ല കൊല്ലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൊല്ലങ്ങൾ അല്ലെ, ലക്ഷക്കണക്കിന് കൊല്ലങ്ങളായിട്ടുള്ള മഞ്ഞുകട്ടകളാണുള്ളത് അവിടെ. അതിന്റെ ഒരു വ്യവസ്ഥ ഉണ്ട്, അതൊക്കെ ഉരുകും. അതുപോലത്തെ ഹിമാലയത്തിന്റെ മീതെ ഉണ്ടത് പലയിടത്തും. അങ്ങനെയുള്ള ഇതൊക്കെ ഐസ് ക്യാപ്സ് ഒക്കെ ഉരുകി കഴിഞ്ഞിട്ട് സമുദ്രത്തിന്റെ ജലം നിരപ്പ് കൂടും, തീരദേശങ്ങൾ മുങ്ങും, അതിനോടൊപ്പം ജീവിവർഗങ്ങൾ നശിക്കും. നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംസ്കാരങ്ങൾ അല്ലെ, ഒരുപാട് മതം അല്ലെ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ സന്തോഷിച്ച് ജീവിക്കണ്ടല്ലോ, ഇതൊക്കെ നശിക്കും. ജൈവ വൈവിധ്യനാശം. ഈ ജൈവ വൈവിധ്യനാശം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നമ്മൾ അറിയാത്ത രോഗങ്ങൾ, കോവിഡ് വന്നില്ലേ, വൈറസ് രോഗങ്ങളൊക്കെ വന്നു. അങ്ങനത്തെ പല രോഗങ്ങളും നമുക്ക് വരും. നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഇതൊക്കെ കാരണം ഒരു ജീവി നശിച്ചു കഴിഞ്ഞാൽ 23 ജീവികളെ അത് ബാധിക്കും. അതുപോലെ തന്നെ അത് നശിച്ച ജീവി പിന്നെ 10 സംവത്സരം കഴിഞ്ഞാലേ വീണ്ടും അതിന് ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോ അത്രയും മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോവുക. നമ്മളിപ്പോ ഈ ഭൂമിയില് ജീവികളായിട്ട് 50 തൊട്ടിട്ട് 80 ലക്ഷം വരെയുള്ള സസ്യങ്ങൾ, ജന്തുക്കളുള്ളത്. ഇതാണ് നമ്മുടെ ജൈവ വൈവിധ്യം. ഇതില് കരയുടെ ഉപരിതലത്തിൽ 7% സ്ഥലത്ത് ചെയ്യുന്ന ഉഷ്ണമേഖലാ വനത്തിലാണുള്ളത്. ഇപ്പൊ ഉള്ള ജീവികളിൽ 1.5 ലക്ഷം മാത്രമേ ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. തിരിച്ചറിയാത്തതിന്റെ ഒരുപാടുണ്ട്. ഓക്കെ. ഇപ്പോ 14% മഴവനങ്ങൾ, ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയും, നമ്മുടെ സൈലന്റ് വാലി പോലുള്ള വനങ്ങളാണത്. ഇത് 14% ഉണ്ടായിരുന്നത് ഇപ്പൊ 7%ആയിട്ട് കുറഞ്ഞു. നമ്മളത് നശിപ്പിച്ചു. ഇതുകൊണ്ടും കൂടിയാണ് ഈ എമിഷൻ കൂട്ടുന്നു. ഈ ഭൂമിയില് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ, എന്തൊക്കെ ദോഷം, ഈ ഹരിതഗേഹ വാതകങ്ങള് അന്തരീക്ഷത്തിൽ വന്നിട്ട് ആഗോളതാപനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള വ്യവസ്ഥയുണ്ട് ഇവിടെ. പക്ഷെ നമ്മള് ഈ വാതകങ്ങൾ കൂടുതലായിട്ട് അന്തരീക്ഷത്തിൽ കൊടുക്കുന്നു. പക്ഷെ ഇത് ഇല്ലാതാക്കാവുന്ന വ്യവസ്ഥ ഈ വനങ്ങളാണ്, മരങ്ങളാണ്. അതെല്ലാം വെട്ടി നശിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് ദോഷം ചെയ്യുന്നു, ആ ദോഷം ഇല്ലാതാക്കുന്ന പ്രകൃതിയുടെ വ്യവസ്ഥയെയും ഇല്ലാതാക്കുന്നു. ഇതാണ് ഇതിന് കാരണം. ഇപ്പൊ 14% ഉണ്ടായിരുന്നുള്ള ഈ ട്രോപ്പിക്കൽ ഉഷ്ണമേഖലാ വനങ്ങള് ഇപ്പൊ 7% ഉള്ളു. അത് ഈ കഴിഞ്ഞ 200 കൊല്ലത്തിലാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ മുന്നേ നശിപ്പിച്ചിട്ടില്ലായിരുന്നു. ആ നശിപ്പിക്കാത്ത അവസ്ഥയിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
160 ദശലക്ഷം ഹെക്ടറുകൾ വനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ നിന്ന് 250 ഏക്കർ എന്നുള്ള നിലയ്ക്കാണ് നശിക്കുന്നത്. 23 തൊട്ട് 43% കാർബൺ ഡൈ ഓക്സൈഡ് ഇതുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുക. ഭൂമിയുടെ ഉപരിതലത്തെ ഈ മരങ്ങളുടെ, പുല്ലുകളുടെ, ചവറുകളുടെ ഇതെല്ലാം കവറ് മാറിക്കഴിഞ്ഞാല് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമി അന്തരീക്ഷത്തിൽ കലരും. ഓക്കെ. അപ്പോ അതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തില് 230-50 കൊല്ലം മുൻപേ ഈ 260-280 ppm മാത്രമായിരുന്നു, സ്ഥിരമായിട്ട് നിലനിൽക്കായിരുന്നു. സുബോധന സാർ ശ്രദ്ധിക്കുന്നുണ്ടോ? തെളിവുണ്ട് ഇത്. അപ്പൊ തെളിവുണ്ട്. 250 കൊല്ലം മുൻപേ സ്ഥിരതയോടെ നിലനിന്നതിനാണ് തെളിവുണ്ട്. എന്താണ് തെളിവ്? പെർമാഫ്രോസ്റ്റ്. എന്താണ് ഈ പെർമാഫ്രോസ്റ്റ്? ഞാൻ പറഞ്ഞു, ധ്രുവ പ്രദേശത്തില് ഹിമാനികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഐസ് കരിങ്കല്ലിനേക്കാൾ കൂടി കഠിനമായ, അത് വെച്ച് വീടുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഐസുകളുണ്ട്. അതിനാണ് പെർമാഫ്രോസ്റ്റ്. ഇത് 10,000 ലക്ഷക്കണക്കിന് മുൻപേ അവിടെ ഉള്ളതാണ്, കൊല്ലങ്ങൾക്ക് മുൻപേ ഉള്ള സാധനമാണ്. അതിൻ്റെ അകത്ത് എയറുകള്, വാതകങ്ങള്, കുടുങ്ങിയ വാതകങ്ങള് പരിശോധിച്ചറിഞ്ഞപ്പോ ഫോസിൽ എയർ, ഫോസിലൈസ്ഡ്, നമുക്കറിയാം ഫോസിലുകൾ എന്താന്ന്. ഈ ഫോസിലൈസ്ഡ് വാതകങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചപ്പോ അവർക്ക് വ്യക്തമായി ഇത്രയും 250 കൊല്ലത്തോളം ഇത് സ്ഥിരമായിരുന്നു. അപ്പോ സുബോധൻ സാറ് പറഞ്ഞ പോലെ ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള ഈ കാലാവസ്ഥ വ്യതിയാനം അല്ല ഇത്. ഇത് നമ്മളാൽ ഉണ്ടാക്കിയ സർവനാശമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. സുബോധൻ സാർ ക്ലിയർ അല്ലേ? അലാമിംഗ്ലി ഗോയിങ് ആയി. ഇതാ ഈ സ്ലൈഡിൽ വളരെ വ്യക്തമായിട്ട് വരുന്നു. ഇതിപ്പോ 100 തൊട്ടിട്ട് 5.8 ഡിഗ്രി വരെ കൂടാം. ഓക്കെ, ഇപ്പൊ തന്നെ 0.6 കൂടി. ഇനിയിപ്പോ ഈ കൂടല് നമ്മൾ നിർത്തിയാലും നമ്മൾ ഈ അനുഭവിക്കുന്ന ദോഷങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഈ രീതിയിലൊക്കെ ഇനി പോകുള്ളൂ കാര്യങ്ങള്. കുറച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ ഈ രീതിയിൽ ഇപ്പൊ കംപ്ലീറ്റ് കുറച്ച് വെച്ചോളൂ. 2070 ആകുമ്പോഴേക്ക് സീറോ എമിഷൻ പൂർണ്ണമായിട്ടും ഈ ഇതൊക്കെ ഫോസിൽ ഇന്ധനങ്ങളുടെ എമിഷൻസ് എല്ലാം കുറയ്ക്കണം എന്നൊക്കെ തീരുമാനം എടുക്കാമെന്ന് പാരീസ് ഉടമ്പടിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കാലാവസ്ഥ നിലനിൽക്കുള്ളൂ. അത്രത്തോളം ദോഷം നമ്മൾ ചെയ്തു എന്നാണെന്ന് മനസ്സിലാക്കേണ്ടത്. സമുദ്രജലം 15 തൊട്ട് 94 സെന്റിമീറ്റർ വരെ സമുദ്രതലത്തിന്റെ നിരപ്പ് അടുത്ത നൂറ്റാണ്ട് തരുമ്പോ 2100 ആകുമ്പോൾ കയറും. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് സ്ഥലം മുങ്ങും. അപ്പൊ കുട്ടനാടൊക്കെ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശമാണ്. സംഭവിക്കാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിവെള്ളം കിട്ടുന്നത് ഈ ഉപ്പുവെള്ളം കയറിക്കഴിഞ്ഞാൽ, കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഈ ഉപ്പുവെള്ളം കയറാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമുദ്രത്തിന്റെ നിരപ്പ് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഈ കൂടുന്നിടത്തോളം ഉപ്പുവെള്ളം കയറാനുള്ള സാധ്യതകൾ കൂടുകയാണ്. അതുപോലെ വളർച്ചകള്, പ്രളയങ്ങള്, കൊടുങ്കാറ്റുകള് ഇവയെല്ലാം ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. ചൂട് കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? വേഗത്തില് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെള്ളം ബാഷ്പീകരിക്കുന്നു. അപ്പൊ വരൾച്ചയ്ക്ക് ഉണ്ടാക്കും. അപ്പൊ ചൂട് കൂടി കഴിഞ്ഞാൽ കൂടുതൽ നീരാവി അന്തരീക്ഷത്തിലോട്ടും. ഈ നീരാവി തണുത്തിട്ട് കൂടുതൽ മഴ ഉണ്ടാവും. അതുപോലെ പ്രതീക്ഷിക്കാത്ത കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഉഷ്ണതരംഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 40 ഡിഗ്രിയിൽ കൂടുതൽ 2 ദിവസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉഷ്ണതരംഗമായി അത് അങ്ങനെയാവും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിത്തെ ചൂട് പകലത്തെ ചൂടിനേക്കാളും കൂടുന്നത് അത് നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ. ഓക്കെ, ഇത്
വേണ്ടത് ഈ ഉഷ്ണമേഖലാ വനങ്ങള് ഇപ്പോഴുള്ളതെങ്കിലും നശിപ്പിക്കാതിരിക്കുക. ഇനിയും മരങ്ങൾ വെച്ച് പിടിച്ചു കഴിഞ്ഞാലേ രക്ഷയുള്ളൂ. ഇപ്പൊ പലരും പറയുന്നുണ്ട് എന്തിനാണ് കാട് നിലനിർത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യര് ഉണ്ട്. അത് അറിയാതെയാണ് അവർ പറയുന്നത്, ട്രംപിനെ പോലെ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. അതാണ് നമുക്കൊരു സമാധാനമുള്ളത്. അറിയാതെ പറയുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. എത്രത്തോളം പ്രധാനമാണ് ഈ ഉഷ്ണമേഖല വനങ്ങൾ. അവിടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടുന്നു. ജൈവ വൈവിധ്യം എത്രത്തോളം നശിക്കുന്നു, ആ നാശം 10-15 കൊല്ലം കഴിഞ്ഞാലും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ജീവി നശിച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞു, കൂടുതൽ പറയുന്നില്ല. അപ്പോ ഇതൊക്കെ വനങ്ങള് സംരക്ഷിച്ചേ വെക്കൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ വെടിയുത് ഈ നമുക്കൊക്കെ ഒരു ചിന്ത ഉണ്ട്. എന്താണ്, ആരെങ്കിലും ഒരാൾ എന്നോട് പറയാമോ എത്ര കാലം ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റും? ആരെങ്കിലും പറയും? അത് ഓരോരുത്തർക്ക് വ്യത്യാസമുണ്ട് സാർ. ചിലർക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ തീരും. മാമിന് എത്ര പറ്റും? ഒരു ദിവസം 2 ദിവസമൊക്കെ നിക്കാം. അത്രേ പറ്റുള്ളൂ. 45 ദിവസം ഭക്ഷണമില്ലാതെ 45 ദിവസത്തോളമൊക്കെ ജീവിക്കാം. സാറിന് പറ്റും അല്ലേ? ഓക്കെ. സാറിനോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. എത്ര ദിവസം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റും? ഒരാഴ്ച. അതിൽ കൂടുതൽ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഉണ്ടായിരിക്കില്ല. ഇനി ഞാൻ എന്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കുറവേ പറയാനുള്ളൂ. എത്ര ദിവസം ശ്വാസം കഴിക്കാൻ ജീവിക്കാൻ പറ്റും? ദിവസം വേണ്ട, എത്ര പറ്റും? 5 മിനിറ്റ് പോലും പറ്റില്ല. 5 മിനിറ്റ്? എത്ര മിനിറ്റ് പറ്റും? ഒരു 2 മിനിറ്റ് ഒക്കെ പറ്റുമായിരിക്കും. 2 മിനിറ്റ് പറ്റുമായിരിക്കും. കൂടുതൽ ആർക്കെങ്കിലും പറയാനുണ്ടോ? ശാസ്ത്രം പറയുന്നത് 3 നിമിഷം. ഒരു സാധാരണ വ്യക്തിക്ക് 3 മിനിറ്റിലധികം ശ്വാസം എടുക്കാൻ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ശ്വാസം എടുക്കാനുള്ള ശുദ്ധവായു നമുക്ക് തരുന്നത് പരിസ്ഥിതിയാണ്. നമുക്ക് കുടിക്കാനുള്ള ശുദ്ധജലം പരിസ്ഥിതിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഉണ്ടാവുന്നത്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൃഷിക്കാരുണ്ടാക്കുന്നുണ്ടെങ്കിൽ കൃഷിക്കാരല്ല അത് ഉണ്ടാക്കുന്നത്, പരിസ്ഥിതിയാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഞാൻ പറഞ്ഞു മേൽമൺ 1.5 അടി ഉള്ള മേൽമണ്ണ്, അതിന്റെ എന്താണ് പറയാ മാജിക് ആണ് നമുക്ക് കിട്ടുന്ന ഭക്ഷണം. ഈ 1.5 അടിയുള്ള ഈ മാത്രം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഈ മേൽമണ്ണ് 1 സെന്റിമീറ്റർ ചതുരശ്ര ഉണ്ടാകണമെങ്കിൽ തന്നെ ആയിരക്കണക്കിന് കൊല്ലങ്ങള് പരിസ്ഥിതിയുടെ പ്രവർത്തനം വഴിയാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം ഈ ഭക്ഷണം, വെള്ളം, വായു എന്നുള്ള അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ നമുക്ക് തരുന്നത് ഈ പരിസ്ഥിതിയാണ്. ഇന്നിപ്പോ ഡൽഹിയുടെ കാര്യം അറിയാം. അതിനെ നേരിട്ട് നമ്മൾ മലിനീകരിക്കുകയാണ്. പിന്നെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. പ്രത്യക്ഷമായിട്ട് ഡൽഹിയുടെ കാര്യം അറിയാം. നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഡൽഹി എത്തി. 5ാമത്തെ സ്ഥാനമാണ് മലിനീകരണത്തിന് നമുക്ക് ലോകത്തിലുള്ളത്. ഏറ്റവും ദോഷകരമായിട്ടുള്ള നഗരം മലിനീകരണത്തിന് ഏറ്റവും ദോഷകരമായുള്ള മലിനീകരണം ഉള്ളത് ഡൽഹിയിലാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കേരളത്തില് ഇപ്പൊ 3 നഗരങ്ങളല്ലേ ഉള്ളത്? കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്. പ്രധാന 3 നഗരങ്ങൾ. ഈ 3 നഗരങ്ങളിൽ ഇപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട്. നഗരങ്ങളില് ഹീറ്റ് ഐലൻഡ്സ്, ചൂടിന്റെ ദ്വീപുകൾ വികസിച്ചുകൊണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് കോൺക്രീറ്റ് ഭവനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ കോൺക്രീറ്റ് ഭവനങ്ങളെല്ലാം ചൂടിനെ ആഗിരണം ചെയ്തിട്ട് അത് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ചൂടിന്റെ ദ്വീപുകളായിട്ട് വികസിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചൂടിന്റെ ദ്വീപുകൾ കേരളത്തിൽ മുഴുവൻ ചൂട് കൂട്ടും. അങ്ങനെയുള്ള പ്രതിഭാസം ഇവിടെ പരിസര ശാസ്ത്രജ്ഞന്മാര് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. ഇതും ഈ ആഗോളതാപനം കൊണ്ടും കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും കൂടിയാണെന്ന് മനസ്സിലാക്കൂ. അപ്പോ പ്രത്യക്ഷമായിട്ട് നമ്മള് പരിസ്ഥിതി നശിപ്പിക്കുകയാണ്, പരോക്ഷമായിട്ട് ഈ ഹരിതഗൃഹവാതകങ്ങൾ വഴി ആഗോളതാപനം ഉണ്ടാക്കിയിട്ട്
ജൈവ വൈവിധ്യനാശം ഉണ്ടാക്കിയിട്ട് ഒക്കെയും ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാം ചിന്തിക്കുന്ന എന്താണ്? ഞാനിപ്പോ ശ്വസിക്കുന്നുണ്ട്, 3 മിനിറ്റ് ശ്വസിച്ചില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കാതെ ഈ അന്തരീക്ഷം, ഈ ജലസ്രോതസ്സുകള് നമുക്ക് കുടിവെള്ളം കിട്ടാൻ 0.25 75-80% ജലം ഭൂമിയിലും നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷെ ഭൂമിയിലുള്ള 75%-ൽ 0.25% മാത്രമേ ശുദ്ധജലമുള്ളൂ. അതും നമുക്ക് കിട്ടാനുള്ള ശുദ്ധജലം വളരെ കുറവാണ്. നമുക്ക് കിട്ടുന്നത് പലതും അതിൽ മാക്സിമം 0.2-0.5% ഈ നേരത്തെ പറഞ്ഞ പോലെ ഐസ് ഹിമാലയങ്ങളിലൊക്കെയാണ് കിടക്കുന്നത്. വളരെ കുറച്ചാണ് നമുക്ക് ഈ ജലസ്രോതസ്സുകളുള്ളൂ. ഈ ജലസ്രോതസ്സുകളിൽ നമ്മൾ മലിനമാക്കുവാണ്. അപ്പൊ നമ്മുടെ കുടിവെള്ളത്തിനെയും നമ്മൾ നശിപ്പിക്കുകയാണ്. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ആഗോളതാപനം വഴി ഡീസർട്ടിഫിക്കേഷൻ, മരുഭൂവൽക്കരണം, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെജിറ്റേഷൻ കവർ പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഭക്ഷണം ഇല്ലാതെയാവുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തി വഴിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലായി. നമ്മളപ്പോ ചിന്തിക്കുന്നത് എന്താണ്? ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല, ഇപ്പൊ എനിക്കും എന്റെ കുടുംബത്തിനും യാതൊരു പ്രശ്നമില്ല, ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനാണ് പൊതുസ്വത്തുക്കളുടെ ദുരന്തം എന്താന്ന് പറയുന്നത്. ഈ മേലാൽ അടുത്ത തലമുറയ്ക്ക്, എന്റെ മക്കൾക്ക്, എന്റെ മക്കളുടെ മക്കൾക്ക് ഇത് ദോഷമാണ് എന്നറിഞ്ഞാലും നാം ചിന്തിക്കുന്നത് ഇപ്പോൾ എനിക്കും എന്റെ കുടുംബത്തിനും പ്രശ്നമില്ല എന്നുള്ളതാണ്. കാരണം എന്റേതായിട്ടുള്ള ഒരു വസ്തുവാണെങ്കിൽ ഞാനത് സംരക്ഷിക്കും. ഒരു പൊതു വസ്തുവാണെങ്കിൽ, എല്ലാവർക്കും കൂടിയുള്ള വസ്തുവാണെങ്കിൽ ആരും അതിനെ സംരക്ഷിക്കില്ല. ഈ ചിന്താഗതി കൊണ്ടാണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കാത്തത്. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഈ ട്രാജഡികൾ ഉണ്ടാക്കുന്നത്. അതിനെയാണ് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തുടർന്നോട്ടെ, ഇതെല്ലാം സ്വാഭാവികമാണ് എന്ന ചിന്ത വെടിയണം. ഇത് നാം കാരണം ഉണ്ടാക്കിയാണ്. നമുക്ക് കാരണം ഓസോൺ പാളികളുടെ ദ്വാരം ഇല്ലാതാക്കിയത് പോലെ നാം വിചാരിച്ചാൽ നമുക്ക് ഇത് ഇല്ലാതാക്കാൻ കഴിയും. നമുക്ക് ഈ ഭൂമിയെ രക്ഷിക്കാൻ കഴിയും. അപ്പൊ അതിനുള്ളൊരു പോരാളിയാകണം ഓരോ മനുഷ്യരും. അല്ലെങ്കിൽ നാം അതൊന്ന് ഈ മൗനവാക്കുകളാലെങ്കിലും ഒന്ന് പറയുക. ഇതുകൊണ്ടല്ല എന്ന് നിഷേധിക്കാതിരിക്കുക. അറിയാതെ ഇനി പറയരുത്. സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് അറിയണം. അറിഞ്ഞില്ലെങ്കിൽ അത് ദുരന്തങ്ങളാണ് ഉണ്ടാക്കുക. ഇതാ ഇന്ന് നടക്കുന്ന ദുരന്തം നമ്മുടെ മുന്നിലുണ്ട്. ചെന്നൈയില്, ആന്ധ്രാപ്രദേശില്, ശ്രീലങ്കയില്. ഇത് ഇങ്ങോട്ട് വരും, അടുത്ത് തന്നെ. ഒട്ടും സംശയിക്കണ്ട. ഞാൻ പേടിപ്പിക്കാൻ പറയില്ല, സത്യം പറയണം. ശാസ്ത്രജ്ഞർ പറഞ്ഞ സത്യമാണ് ഈ പറയുന്നത്. ഈ ഒരു അവബോധത്തിലേക്ക് നമ്മൾ വരണം. എന്തെങ്കിലും മൗനവാക്കുകളാലെങ്കിലും എന്നാണ് ആദ്യം പറഞ്ഞത്. മനോഭാഷ, ബോഡി ലാംഗ്വേജ് ഒന്ന് ഭൂമിക്കൊപ്പം നിൽക്കൂ. ഈ ഭൂമിയെ സംരക്ഷിക്കാനുള്ള നിലപാടെടുക്കൂ എന്നാണ് പറയാനുള്ളത്. ഭൂമിക്ക് വേണ്ടിയിട്ട് പോരാളിയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് വേണമെന്ന് ഞാൻ പറയുന്നില്ല, അതും ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോ അതിനുള്ള അവസരം കൂടിയാണ്. ഓക്കെ, ഇപ്പോ കാലാകാലങ്ങളായിട്ട് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഓർമ്മ ഉള്ളതിന് മുൻപേ തന്നെ ഭൂമിക്ക് അതിനുള്ള കഴിവുണ്ട് ജീവൻ നിലനിർത്താനായിട്ട്. പക്ഷെ നമ്മുടെ ദ്രോഹം കൊണ്ട് മാത്രം അതില്ലാതെയാണ്, അതിഭീകരമായിട്ടില്ലാതെയാണ്. അപ്പോ ഇനി 5 തവണ ഭൂമിയിൽ നശിച്ചു, ഭൂമിയുടെ ജീവൻ നശിച്ചു, എക്സ്റ്റിങ്ക്ട്, കൂട്ടവംശനാശം ഉണ്ടായിട്ടുണ്ട് ഭൂമിയിൽ. ഈ നോഹയുടെ പെട്ടകം അല്ലെ, ആലില കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് മതങ്ങൾ പറയുന്നത് അതാണ്. മതങ്ങൾക്കുള്ള ഉൾക്കാഴ്ച, ഇൻറ്റ്യൂഷൻ വഴി കിട്ടിയ വിവരമാണിത്. ആ വെച്ചിട്ട് മതങ്ങളിൽ പറയേണ്ടത് ഈ നോഹയുടെ പ്രളയം വന്നിട്ട് അവസാനം ദൈവം രക്ഷിച്ച ഉണ്ണികൃഷ്ണൻ ആലിലയില് എന്നിട്ട് വംശം അങ്ങനെയൊക്കെയുണ്ടല്ലേ നോഹയുടെ പെട്ടകം. അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ 5 തവണ ജീവനാശം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേപോലുള്ള ഒരു ജീവനാശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോ നമ്മളാൽ തടയാൻ പറ്റുന്ന ഒരു ജീവനാശത്തിലേക്കാണ്, ജീവനാശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, എക്സ്റ്റിങ്ക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കണം, ഇതിന്റെ അവബോധം ഉണ്ടാക്കണം.
എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഏതെങ്കിലും സ്ലൈഡ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ? സംശയങ്ങളുണ്ടോ? വേണോ? അല്ലെങ്കിൽ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ? 8:10 16 സ്റ്റോപ്പ് ചെയ്യാലോ അല്ലേ? സാബു സാർ സ്റ്റോപ്പ് ഷെയറിംഗ് കേട്ടോ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഡിസ്കഷനിലോട്ടോ. ഓക്കെ, താങ്ക് യു സാർ. നമ്മളുടെ കുറെ കാലമായിട്ടുള്ള സംശയങ്ങളെല്ലാം ഇവിടെ ദൂരീകരിക്കപ്പെട്ടു എന്ന് വേണം ചിന്തിക്കാൻ. എന്താണ് സംശയം ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞ PG ഡിപ്ലോമയും പാസ്സായിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഉത്തരം നൽകാൻ കഴിയും. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാം എന്നോട് ചോദിക്കാവുന്നതാണ്. അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അറിയാത്ത കാര്യങ്ങൾ ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നമ്മളുടെ കുറെ നാളത്തെ വലിയ സംശയമാണ് എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഇത്രമാത്രം ഉണ്ടാകുന്നത് അല്ലെ. നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ചേഞ്ച് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കൃത്യമായിട്ടുള്ള ഒരു സീസൺ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ചിന്തിക്കും. കാരണം ഇത്രമാത്രം ചേഞ്ച്, മഴയുള്ള സമയമാണെങ്കിലും വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രം ചൂടായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ഇപ്പൊ ഡിസംബർ സമയം ആകുന്നേ ഉള്ളൂ, ഇപ്പൊ തന്നെ നല്ല തണുപ്പുകളായി തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നമ്മളുടെ മനുഷ്യൻ്റെതായ ചില പ്രവർത്തനങ്ങൾക്ക് അതിന് കാരണമുണ്ട് എങ്കിൽ പോലും അതിനേക്കാളും വലിയ ചേഞ്ചസ് ലോകം മുഴുവൻ സംഭവിക്കുന്നു എന്നുള്ള ഒരു വലിയ അറിവ്, അതിന്റെ കാരണങ്ങൾ, അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ചാണ് വിജയരാമൻ സാറിനോട് നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. സാറ് ഈ ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പഠനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവിധ സഹായങ്ങളും സാറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചർച്ചയിലേക്ക് പോകാം. സംശയങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് ആസ് യൂഷ്വൽ ചർച്ചയിലേക്ക് നമുക്ക് റോയ് സാറിന് തുടങ്ങാം അല്ലെ. റോയ് സാർ. ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് വർഷങ്ങൾ കഴിയും തോറും വ്യത്യസ്തമായി വരിക. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പല ഇതുമുണ്ട്. കാരണം ഞാൻ ഓർക്കുന്നു, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ വനനശീകരണങ്ങൾ കൊണ്ടാണ് മഴയില്ലാണ്ട് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു. മഴയ്ക്ക് വളരെ ദുർബലമായി നമ്മുടെ വേനൽ വീണ്ടും നീണ്ട് മഴ കുറഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് വനനശീകരണമായിരുന്നു, അതുകൊണ്ടാണ് ഈ മഴ പെയ്യാത്തത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അതിന് വിപരീതമായി വനനശീകരണം നടന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും മഴ വരുന്നു. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാരെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വലിയ വിഷയമല്ലാത്ത രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള പല നേട്ടങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരെന്നുള്ള രീതിയിൽ കാണുന്നുള്ളൂ. പ്രകൃതി സ്നേഹികളെന്ന് മറ്റൊന്നൊക്കെ പറയുന്നത് സ്വന്തമായി ആർക്കും ഒന്നും ഫീൽ ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഓസോൺ പാളിയുടെ കാര്യം ശരിയാണ്. ഓസോൺ പാളിയിലെ വിടവുകൾ ഇല്ലാതാക്കുന്നതിന് ലോകം ഒന്നായി ചിന്തിച്ച് അതിനുള്ള മാറ്റങ്ങൾ വരുത്തി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. അത് എങ്ങനെ സാധിച്ചു എന്ന് ഉള്ളത് ഭയങ്കരമായ ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. കാരണം അതിന് ഉതകുന്ന ചില വാതകങ്ങളും മറ്റതും ഒക്കെ നിയന്ത്രിക്കുന്നതിന് സർക്കാർ തലത്തിലെടുത്ത ചില നിയമ നടപടികളാണ് അതിന് കാരണമായത് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് നിയമം അനുശാസിക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലൊക്കെ വളരെയധികം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ കൂടുതൽ ഇത് വരുന്ന ഡീസൽ വണ്ടികളുടെ നിയന്ത്രണം, അതുപോലെ തന്നെ ഇപ്പോൾ മാരുതിയിൽ നിന്ന് ഡീസൽ വണ്ടികളൊന്നും ഇറക്കുന്നില്ല. കാരണം അത് ശരിക്കും സയൻറ്റിഫിക് ആയിട്ട് അത് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഫീൽ ചെയ്തിട്ട് ഇത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പം നിയമപരമായി ചില കാര്യങ്ങൾ കൊണ്ട് അത് നേരെയാക്കിയാലേ പറ്റുള്ളൂ. ഇൻഡിവിജ്വലായിട്ടും വളരെ പാടാണ്. ഇപ്പോൾ വനനശീകരണം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ടല്ല വരുന്നത്, ഗ്രൂപ്പായിട്ടാണ് ഇതിനകത്തൊക്കെ വരുന്നത്. പിന്നെ
വ്യവസായ പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് നീണ്ട പ്രകൃതിക്ക് അത് വിഷയമുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുന്നതിനും കൂടുതലായിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കുന്നതിനാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സാധാരണക്കാരന് അതിനെക്കുറിച്ച് ബോധമുണ്ടാകുമെങ്കിലും നിയമപരമായി ചില കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ ഇത് നേരെയാക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വിപ്ലവാത്മകമായ ഒത്തിരി ആൾക്കാർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും വലിയ ഇത് കാണുന്നില്ല. പിന്നെ അവർക്ക് അവാർഡും ഒക്കെ കൊടുത്ത് വലിയ പുള്ളിയാക്കി നിർത്തുന്നു എന്നതിൽ കവിഞ്ഞ് ജനത്തിന് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം അവരവരുടെ ഒരു ഇതാണ് നോക്കുന്നത്. ഏതായാലും വിജയരാമൻ സാറിൻ്റെ ഈ ക്ലാസ് കൊണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇൻഡിവിജ്വലാക്കി മനസ്സിലാക്കി വെക്കുന്നതിൽ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം ഒരു ഐഡിയ നമ്മളിൽ ഉണ്ടാവുകയും ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ ഉപകരിക്കുന്നു എന്നത് ഒരു വലിയ കാര്യമായി ഞാൻ കാണുന്നു. ഇത്രയും എനിക്ക് ഈ കാര്യത്തിൽ സംസാരിക്കാനുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹോമിനി ടീച്ചർ. വിജയരാഘവൻ സാർ ഒത്തിരി പോയിന്റുകൾ കൊണ്ടുവന്നു. ഒത്തിരി റെലവൻ്റായ കാര്യങ്ങളായിരുന്നു. പിന്നെ ഒരു വളരെ എക്സലൻ്റ് ആയിട്ടുള്ള PPT ഇൻഫർമേഷൻസും, പിന്നെ വളരെ ഫ്ലോയിൽ സാറിൻ്റെത് ഈ വിഷയം എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു വിഷയമാണ്. സാറിന് ആ വിഷയം സാറിൻ്റെ ഹാർട്ടിൽ പതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നല്ല ലോജിക്കൽ ഓർഡറിൽ സാറ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റും ബയോഡൈവേഴ്സിറ്റി ലോസും ഒക്കെ സാറ് പറഞ്ഞു. ഒത്തിരി എഫക്റ്റീവായിട്ടെല്ലാം വിശദീകരിച്ചു. സാറിൻ്റെ ഇതിൽ സാർ ഒത്തിരി റിസർച്ച് സ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി ഇൻഫർമേഷൻസ്, പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്. പിന്നെ ശുദ്ധോധന സാറ് ഒരു ഓപ്പോസിറ്റ് അഭിപ്രായം പറഞ്ഞു കുടുങ്ങിപ്പോയി. പിന്നെ ഞാൻ ഈ ഓസോൺ പാളിയുടെ കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ വരുമ്പോൾ, സ്കൂളിൽ പഠിപ്പിക്കാനുള്ള വിഷയത്തിൻ്റെ കൂട്ടത്തിൽ ഈ ഓസോൺ പാളിയുടെ വിടവുണ്ടായിരുന്നു. അപ്പം ഞാൻ എവിടുന്നോ വായിച്ചു ഈ തുളസി ഒത്തിരി നട്ടുപിടിപ്പിച്ചാൽ ഓസോൺ പാളിയുടെ ഓട്ട അടയുമെന്ന് എവിടുന്നോ വായിച്ചു. അപ്പം ചില വിഭാഗം കുട്ടികളുടെ വീട്ടിൽ ഈ തുളസി ഇല്ല. എന്തായാലും തുളസി നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ്, എല്ലാവരും നട്ടുപിടിപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇനി എങ്ങാനും ഓസോൺ പാളിക്ക് ഗുണം കിട്ടുവാണെങ്കിൽ ഇല്ലെങ്കിൽ അവനവന് ഗുണം കിട്ടുമല്ലോ. അപ്പം ഞാൻ എല്ലാവരോടും തുളസി ചെടി കൊണ്ടുവന്ന് പാസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുട്ടികളെല്ലാം തുളസി പാസ് ചെയ്ത് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ തുളസി നടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ സ്കൂളിൽ ഇങ്ങനെ എന്തെങ്കിലും ആ സബ്ജക്ട് സിലബസിൽ പെടുത്തി കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് കുറച്ച് തറയും. എന്നാലും പിന്നെ ആ ഏണിങ് ടൈം എത്തുമ്പം അവനവൻ്റെ പോക്കറ്റ് നിറയ്ക്കുന്ന ഒരു ശീലം ഈ ചുറ്റുവട്ടത്തെല്ലാം കാണുമ്പം പിള്ളേരെല്ലാം അങ്ങ് മാറിപ്പോവും. ഞാനിവിടെ ഇരുന്നിട്ട് നേരെ നോക്കിയാൽ കാണുന്നത് മുട്ടിൽ മലയാണ്. ബാക്കി പറയണ്ടല്ലോ, എൻ്റെ നേരെ മുമ്പിൽ കാണുന്ന മല മുട്ടിൽ മലയാണ്. അങ്ങനെ ഓരോന്ന് വലിയ അവർ ആ മരം മുറിച്ചുകൊണ്ട് പോയവർക്ക് ഒരു കുഴപ്പമില്ല. അത് നമ്മളും കുട്ടികളും ഒക്കെ കാണുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ ഒരു മരം നമ്മുടെ വീടിന് വേണ്ടിയൊക്കെ ആയിരിക്കും മുറിക്കുന്നുള്ളൂ, അത് ചിലപ്പോൾ പ്രശ്നമാവുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പിന്നെ സൈക്കിൾ ഉപയോഗിക്കാൻ ഇവിടെ പറ്റില്ല, കാരണം സൈക്കിൾ ഉപയോഗിക്കാനുള്ള പാത്ത് വേ ഇല്ല ഇവിടെ. സൈക്കിൾ ഉപയോഗിച്ച് പോയാൽ നമ്മളെ വണ്ടി ഇടിക്കും. ഞാൻ ജർമ്മനിയിൽ ചെന്നപ്പോൾ കണ്ടു, അവർക്ക് സൈക്കിൾ ഉപയോഗിക്കാൻ വഴി വേറെ, നടക്കാൻ വഴി വേറെ. അങ്ങനെ കാറങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നേ ഇല്ല സിറ്റികളിലൊന്നും. ഉൾനാട്ടിൽ ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യാൻ വേറെ ട്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് കാറ് വേണ്ടി വരുന്നുണ്ട്, വളരെ കുറവാണ്. എന്നിട്ടും സാറ് 2ാം സ്ഥാനം ജർമ്മനിക്കാണ് കണ്ടത് USA കഴിഞ്ഞാൽ. അപ്പം USA പക്ഷേ ഈ കേരളം USA നോക്കിയാണ് ജീവിക്കുന്നത്. ഓരോരുത്തർക്കും കാറ് വേണം. ഒരു വീട്ടിൽ 5 പേര് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ 5 കാറ് വേണം. അതാണ് USA അവസ്ഥ. അതേസമയം ജർമ്മനിയിൽ കാറ് പിന്നെ
വേണ്ട, സൈക്കിളിൽ പോകാം, ട്രാമിൽ കയറാം, എല്ലാം നടന്നു പോകാം. പ്രായമുള്ളവരൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന ബാഗുമായിട്ടാണ് മാർക്കറ്റിലേക്ക് നടന്നു പോണേ. ഒരു സാധനങ്ങളെല്ലാം മേടിച്ച് അതും വലിച്ച് നടന്നു പോകും. അവർക്ക് നടക്കലുമായി, എക്സസൈസായി. അതുപോലെ തന്നെ ഈ സൂര്യവെളിച്ചം ഇല്ലാഞ്ഞിട്ടും അവര് പിന്നെ അത് കിട്ടുമ്പോൾ എടുക്കാൻ പാകത്തിന് എനർജി കൺസർവേഷൻ നടത്തുന്നുണ്ട്. നമുക്ക് ഇത്രയും സൂര്യ വെളിച്ചം ഉണ്ടായിട്ടും നമ്മൾ വിഷമിച്ചാണ് നമ്മളത് ചെയ്യുന്നത് കുറവാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഏത് കാര്യത്തിനും ഭരണപക്ഷത്തുനിന്ന് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമവും, ഇങ്ങനെ സൈക്കിളിൽ പോകാനുള്ള വഴിയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് സൈക്കിളിൽ പൊക്കോളും. ഒരാൾ ഒരു കാറുമായിട്ട് ഇന്നും ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മിക്കവാറും ആളുകൾ മാറും. അതിവിടുത്തെ അന്തരീക്ഷം പോരാന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ സമയം കളയുന്നില്ല. താങ്ക് യു സർ. വെൽക്കം. ഓക്കെ മാം. ഇനി ആരുള്ളത്? കുഞ്ഞായി മാസ്റ്റർ ഉണ്ട്, മനോജ് സാർ ഉണ്ട്, ശുഭോധനൻ ഡോക്ടർ, ഗോകുമാർ സാർ. ആർക്കെല്ലാം പറയാൻ വേണ്ടി? അത് സാർ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇല്ല ഇല്ല, എനിക്ക് കേട്ടില്ല. ഓ, കുറവാണ്. ഓക്കെ, ഇനിയിപ്പോ ആർക്കാ പറയാൻ പറ്റുന്നത്? ജോർജ് സാർ, ശുഭോധനൻ ഡോക്ടർ, മനോജ് സാർ. യെസ് ഡോക്ടർ പറയും. ഞാൻ പറയാം. ഓമന മേഡം, ഞാൻ പറഞ്ഞു കുടുങ്ങിയതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറഞ്ഞു കുടുങ്ങി എന്നുള്ളതിൽ ഓമന മേഡം ആഹ്ലാദം കൊള്ളണ്ട. എപ്പോഴും ഈ പ്രസന്റേഷൻസ് ഏകപക്ഷീയവും മൊണോട്ടണസും ആകരുത് എന്നുള്ള ഒരു നിർബന്ധക്കാരനാണ് ഞാൻ. കാരണം ഡിബേറ്റബിൾ ആവണം എപ്പോഴും നമ്മുടെ ഈ പ്രസന്റേഷൻസ് ഒക്കെ. അല്ലെങ്കിൽ അത് ഏകതാളത്തിൽ അങ്ങനെ ഒഴുകി പോകുന്നതിന് പകരമായിട്ട് ഈ പ്രസന്റ് ചെയ്യുന്ന ആളിൻ്റെ ആശയങ്ങളൊക്കെ അങ്ങനെ പ്രവഹിച്ചെത്തണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം ട്രിഗേഴ്സ്. അതുകൊണ്ടാണ് സാറിന്, വിജയരാമൻ സാറിന് അറിയുമെന്നറിയില്ല, ഞാൻ ഈ അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടന ഓയിസ്ക ഇന്റർനാഷണലിന്റെ കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ ഇത് അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഞാൻ പോവുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് കോമൺ പീപ്പിളിന് അറിയാതെ കാര്യങ്ങൾ ഒരുപാട് സാർ ഇപ്പോൾ പ്രസന്റ് ചെയ്തത് വളരെ സന്തോഷം എനിക്ക് തരുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇതിൽ ഇന്നത്തെ ഗ്ലോബൽ വാർമിങ്ങിനെയും ക്ലൈമറ്റ് ചേഞ്ചിങ്ങിനെയും അതേപോലെ തന്നെ നമ്മുടെ പൊല്യൂഷൻ അഡ്രസ്സ് ചെയ്യുന്നതിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് കൺസേൺ ഇപ്പോൾ ഒരുപാട് പേര് പ്രകടിപ്പിച്ച് തുടങ്ങിയത് സാറിനെ പോലുള്ള ആളുകളുടെ ബോധവൽക്കരണത്തിലൂടെയാണ്. ഒരു കാലത്ത് കേരളത്തിൽ ഈ മരം വെട്ടരുത് എന്ന് പറഞ്ഞ് സുഗതകുമാരിയും ONV കുറുപ്പും അതേപോലെ തന്നെ അയ്യപ്പ പണിക്കരും കടമ്മനിട്ടയൊക്കെ കവിതകൾ എഴുതുകയും ബോധവൽക്കരിക്കുകയും ചെയ്തപ്പോൾ അവരെ വളരെ പരിഹാസത്തോടെ പറഞ്ഞ കുറേ ജനപ്രതിനിധികൾ നമുക്കുണ്ട്. സീതി ഹാജിയാണ് പറഞ്ഞത്, കടലിൽ മഴ പെയ്യുന്നു, അവിടെ മരമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം നിയമസഭയിലെ എല്ലാ വിഡ്ഢികളും കൂടെ പൊട്ടിച്ചിരിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അത് ഈ വിവരമില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് നമുക്ക് ക്ഷമിക്കാം. പക്ഷെ ഈ വിവരം ഉണ്ടാക്കാൻ സാറിനെ പോലുള്ളവരൊക്കെ ഒരുങ്ങി പുറപ്പെടുമ്പോഴാണ് ഇത് കൂടുതൽ മനോഹരമാകുന്നത്. അപ്പോൾ ഇതിൽ അവരെ ഈ പരിസ്ഥിതി തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പരിഹസിക്കുമായിരുന്നു. സുഗതകുമാരിയൊക്കെ എത്രത്തോളം കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി പരിസ്ഥിതി സംരക്ഷണത്തിനും വനനശീകരണത്തിനെതിരായിട്ടും ഒക്കെ ചെയ്ത് അവരെ മരക്കവികൾ എന്നൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നത്, വളരെ പരിഹാസപൂർവ്വം, വിവരമില്ലായ്മയുടെ പേരിലൊക്കെ. ഈ പാലക്കാട് സൈലന്റ് വാലിയൊക്കെ രക്ഷപ്പെടുത്തിയെടുത്തതും ഒക്കെ ഇതേപോലെയുള്ള ഈ റൈറ്റേഴ്സിൻ്റെയും ഒക്കെ ഉള്ളവരുടെ പ്രവർത്തനം ഫലമായിട്ടാണ്. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ ഇപ്പോൾ വലിയൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. കാരണം ഈ ചാരായം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒയാസിസ് കമ്പനിക്ക് നമ്മുടെ ഈ പാലക്കാട്ടെ വെള്ളം മുഴുവൻ എടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്നതിനെതിരായിട്ട് വലിയ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതേപോലെ ലോകം മുഴുവൻ ചെറിയ ചെറിയ മൂവ്മെന്റുകളും വലിയ വലിയ മൂവ്മെന്റുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗവൺമെന്റുകളുടെ കൂട്ടായ്മകൾ ഇതിനകത്ത് ഇപ്പോൾ വലിയ കൺസേൺ കാണിക്കുന്നുണ്ട്. അതേപോലെ സർക്കാരുകളാണ് ഇത് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ NGOസിന് ചെയ്യാൻ പറ്റും, കുടുംബങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വ്യക്തികൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഈ അങ്ങനെ ഇത് ക്രമേണ പറ്റുള്ളൂ, അല്ല പെട്ടെന്നൊരു ഓർഡർ വഴി ഒന്നും നടത്താവുന്നൊരു കാര്യമല്ല. പക്ഷെ ഇതിൻ്റെ അവയർനെസ് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ അതിഗംഭീരമായിട്ട് പാഠപുസ്തകങ്ങളിലൂടെയും അതേപോലെ തന്നെ ഒരുപാട് പത്രമാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ഇതിൽ ഒരുപാട് ബോധവൽക്കരണം നടത്തുന്നത് മാത്രമല്ല, ഒരുപാട് ഈ ട്രീ പ്ലാന്റിങ്ങിനും ഒക്കെ വലിയ പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ മൈക്രോ ക്ലൈമറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് നമുക്ക് വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്നത്. വീടിന്
വീടിന് ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗ്രീൻ കാർപ്പറ്റ് വീടിന് ചുറ്റും വരുന്നതോടുകൂടി ആ വീട്ടിലെ അന്തരീക്ഷവും ചൂടും ഒക്കെ വളരെയധികം കുറയും. അപ്പോൾ ഈ APJ അബ്ദുൽ കലാം സജസ്റ്റ് ചെയ്ത ഒരു റെമഡി ഉണ്ട് സാർ. ഈ ഫോസിൽ ഫ്യൂലുകളൊക്കെ നമുക്ക് അളവ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ സാറ്റലൈറ്റുകൾ വഴി മൈക്രോ ചിപ്പുകളിൽ നമ്മുടെ സോളാർ എനർജി സേവ് ചെയ്തിട്ട് ദീർഘകാലം ഉപയോഗിക്കാവുന്ന ഗവേഷണങ്ങളെ പറ്റിയിട്ട് അതൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. അത് ഭൂമിയിലിരുന്ന് കളക്ട് ചെയ്യല്ല, നമ്മുടെ സോളാർ പാനലുകളല്ല, ഇത് മുകളിലേക്ക് സൂര്യൻ അടുത്തേക്ക് തന്നെ പോയിട്ട് 10 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോയി അവിടെ നിന്ന് ഇപ്പോൾ ഈ ബാറ്ററികളുടെയൊക്കെ സൈസ് വളരെ വളരെ ചെറുതാക്കി എടുക്കാൻ പറ്റുന്ന പോലെയുള്ള മൈക്രോ ചിപ്പുകളിലേക്ക് എനർജി സേവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നഗരങ്ങൾ മുഴുവൻ നമുക്ക് കത്തിക്കാവുന്ന രീതിയിൽ. ഈ ടോക്കിയോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ജപ്പാനിൽ ഞാൻ അവിടെ സന്ദർശിച്ചപ്പോൾ കണ്ടത് അവിടുത്തെ ഈ പൂന്തോട്ടങ്ങൾ മുഴുവൻ ഇല്യൂമിനേറ്റ് ചെയ്യുന്നത് ചെടികളുടെ റൂട്ടിൽ നിന്ന് ടാപ്പ് ചെയ്തെടുക്കുന്ന ഈ ഇലക്ട്രോൺസ് ശേഖരിച്ച് ബൂസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് അധികമായിട്ട് വരുന്ന ഇലക്ട്രോൺ മുഴുവൻ ചെടികൾ വേരുകൾ വഴി മണ്ണിലേക്ക് എർത്ത് ചെയ്ത് വിടുന്നുണ്ട്. അത് ഈ ഇലക്ട്രോഡുകൾ, കാർബൺ ഇലക്ട്രോഡുകൾ വെച്ചിട്ട് അത് ശേഖരിച്ചിട്ട് അത് ബൂസ്റ്റ് ചെയ്തിട്ട് ആണ് രാത്രി മുഴുവൻ ഈ ടോക്കിയോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ മരങ്ങൾ മുഴുവൻ ഇല്യൂമിനേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ എനർജി സോഴ്സ് അന്വേഷിച്ചപ്പോഴാണ് അത് ഈ റൂട്ട്സിൽ നിന്ന്, പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ നിന്ന് ടാപ്പ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിലും അതിൻ്റെ ഒരു റിസർച്ച് നടക്കുന്നുണ്ട്. കാരണം ഈ മലമ്പുഴ ഗാർഡനിൽ അവിടെ ഈ ചെയ്യുന്നതിന് വേണ്ടി, കാരണം ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പാലക്കാട് നിന്നായതുകൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള കുറച്ച് പേര് എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് അവരുമായിട്ട് ഞാനിത് പങ്കുവയ്ക്കുകയും അവർ ഈ ടോക്കിയോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ 1-2 സയൻറ്റിസ്റ്റുകളുമായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കൊലാബറേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് പഠനം നടത്തുന്നുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ മൂവ്മെന്റ്സ് എല്ലായിടവും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ വീട്ടിൽ പാലക്കാട് മാർച്ച് ഏപ്രിൽ AC ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എയർ കണ്ടീഷണർ ഒരുപാട് ഈ ചൂട് കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് ഇല്ലാതെ പറ്റില്ല. എൻ്റെ കാറ് എയർ കണ്ടീഷൻഡ് അല്ലേ എന്ന് ആരെങ്കിലും പരിഹാസപൂർവ്വം ചോദിച്ചാൽ ഞാൻ എൻ്റെ കംഫർട്ടുകൾ ഒക്കെ എയർ കണ്ടീഷണറും കാറുകളും അതേപോലെ തന്നെ അടുപ്പിൽ വീട്ടിൽ കത്തിക്കുന്ന ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞ നമ്മുടെ കുക്കിംഗ് ഗ്യാസും ഒക്കെ ഉപയോഗിക്കണം. പക്ഷെ നമുക്ക് റെമഡിയൽ മെഷേഴ്സായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ പറ്റി നമ്മളെപ്പോലുള്ളൊരു ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ പോളിസി മേക്കേഴ്സ് കുറേയധികം ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാർ ഇക്കാര്യത്തിൽ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ വയനാട്ടിലൊരു പഞ്ചായത്ത് കാർബൺ ന്യൂട്രൽ ആക്കിയതുപോലെ ആലുവയിലൊരു ഗവൺമെൻറ് ഫാം കാർബൺ ന്യൂട്രൽ ആക്കി അതുപോലെ ഞങ്ങളിപ്പോൾ ഈ OISK ചെയ്തുകൊണ്ടിരിക്കുന്ന കാർബൺ ന്യൂട്രൽ ക്യാമ്പസുകൾ എന്നും പറഞ്ഞിട്ട് വലിയൊരു പ്രോജക്റ്റാണ്. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ സംഘടനയ്ക്കാണ് ഈ ഗ്രീൻ ഓഡിറ്റ് അക്രഡിറ്റേഷൻ കേരളത്തിൽ ഒരേ ഒരു NGOയ്ക്ക് കിട്ടിയിട്ടുള്ളത് OISKയ്ക്കാണ്. ബാക്കി ഗവൺമെൻറ് ഏജൻസിയാണ് ബാക്കി 2 ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ ഗ്രീൻ ഓഡിറ്റിൽ ചെയ്യുന്നത് നമ്മുടെ വലിയ ബിൽഡിങ്സ് 20,000 സ്ക്വയർ ഫീറ്റിന് എബവ് ഉള്ള കെട്ടിടങ്ങളുടെ എല്ലാം ഗ്രീൻ ഓഡിറ്റ് നടത്തിയിട്ട് അവർക്ക് റെമഡിയൽ മെഷേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ഈ എനർജി ടാപ്പിംഗ്, വാട്ടർ സോഴ്സ്, ഈ വേസ്റ്റ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ടോപ്പ് സോയിൽ കൺസർവേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് മൂവ്മെന്റ്സ് ഈ കാര്യത്തിൽ നടന്നുണ്ട്. പക്ഷെ സാധാരണക്കാർ അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സൊക്കെ വളരെ ഗുണപ്പെടുന്ന ക്ലാസ് ആണെന്ന് ഞാൻ പറയാൻ കാരണം ഈ കോമൺ പീപ്പിൾ ഇതൊന്നും അറിയുന്നില്ല. അവരിപ്പോൾ നമ്മുടെ പാരീസ് സമ്മിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾ കൂടിയിരുന്നിട്ട് പ്രമേയങ്ങൾ പാസ്സാക്കി ചർച്ച ചെയ്തു പോകുന്നു. ബ്രസീലിലായാലും ക്യോട്ടോ കരാറായാലും ഇതൊന്നും സാധാരണക്കാർ അറിയുന്നില്ല. അപ്പൊ നമ്മളെപ്പോലുള്ളവരൊക്കെ ഇത് കിട്ടുന്ന വേദികളിലൊക്കെ ഇത് സംസാരിക്കുമ്പോഴും ഒക്കെയാണ്. ഇപ്പൊ കാർബൺ ക്രെഡിറ്റ് സെയിൽ വരുന്നില്ലേ, അത് വരുമ്പോഴത്തേക്ക് തന്നെ ഫാർമേഴ്സൊക്കെ ഇതിനെപ്പറ്റി വളരെ അവെയർ ആവുകയും കൃഷി രീതികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സഹായിക്കും. എന്തായാലും ഈ ടോപ്പിക് സാറ് തിരഞ്ഞെടുത്തതും അത് അവതരിപ്പിച്ചതും വളരെ പ്രയോജനപരമായി. കാരണം ഇതിനകത്തുള്ള ഒരു നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഒരുപാട് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നവരാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു വിജ്ഞാനം സാറ് പകർന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ആദ്യമേ തന്നെ ഞാൻ ഇത് ഡിബേറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. കാലാവസ്ഥ ഒരിക്കലും സ്റ്റാറ്റിക് ആയിരുന്നില്ല, ഇറ്റ് ഈസ് ചേഞ്ചിങ്, കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്.
മനുഷ്യരുടെ രൂപവും ഭാവവും ഒക്കെ അതേപോലെയാണ്. ഇപ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു അയ്യേ ഇയാളാണോ എൻ്റെ മുത്തശ്ശൻ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ ഒരു ചിത്രം കണ്ടിരുന്നു, തിരുവിതാംകൂർ രാജാവും ഭാര്യയും കൂടി ഇരിക്കുന്ന ചിത്രം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളുടെ അട്ടപ്പാടിയിൽ ആദിവാസി ഇരിക്കുന്ന പോലെ ഷർട്ടൊന്നും ഇടാതെ ഇരിക്കുന്ന ഒരു രാജാവും അയാളുടെ ഭാര്യ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഈ വടക്കൻ വീരഗാഥയിലെ രാജാക്കന്മാരുടെയൊക്കെ ചിത്രം കണ്ടിട്ട് ഇത് കാണുമ്പോൾ അപ്പോൾ മനുഷ്യരുടെ രൂപവും ഭാവവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ എന്റെയും എൻ്റെ പേരക്കുട്ടികളുടെയും എൻ്റെ മുത്തശ്ശന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ മാറുന്ന പോലെ അഡാപ്റ്റബിലിറ്റി ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ അത് കാലത്തിനനുസരിച്ച് നടക്കുന്നെങ്കിലും നമ്മുടെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിനെതിരായിട്ട് സാറ് പറഞ്ഞു നന്നായി. അപ്പൊ ഇതിൽ ഈ ഭൂമിയുടെ പോരാളി എന്നുള്ളതിനേക്കാൾ ഏറെ കാവൽക്കാരൻ എന്ന് പറയുന്നതല്ലേ സാർ ശരി? ഭൂമിയുടെ പോരാളി ആവണം എന്ന് പറയുന്നതിനേക്കാൾ അതിതീവ്രമായിട്ട് നമുക്ക് പോകണോ? കാവൽക്കാരനാവാം. അപ്പോൾ ഗാർഡായിട്ട് നിൽക്കുന്ന ആളിൻ്റെ ഒരു കോഷ്യസ് ലുക്കും അദ്ദേഹം ഈ കറക്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. പോരാളി എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾ വാളും എടുത്തിട്ട് യുദ്ധത്തിന് ചാടി ഇറങ്ങണം. അപ്പോൾ അതിനേക്കാൾ ഏറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഭൂമിയുടെ കാവൽക്കാരൻ എന്ന് പറഞ്ഞത്. താങ്ക് യു സർ, താങ്ക് യു. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു സാറിന്റെ ക്ലാസ്. ഓക്കെ സാർ, സാറിന്റെ അഭിപ്രായത്തിനോട് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് പോരാളി തന്നെ ആവണം എന്നാണ് ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം വികസിത രാജ്യത്തിലെ ഏറ്റവും വലിയ അമേരിക്കയില് ഇങ്ങനെ ഉള്ള ഒരു വ്യവസ്ഥ ഉണ്ട്. കാനഡ മറ്റൊന്ന്, ഇപ്പോ സോവിയറ്റ് ജർമ്മനി, ഇങ്ങനത്തെ ഈ വികസിത രാജ്യങ്ങള് വ്യക്തമായിട്ട് പാരീസ് ഉടമ്പടിയൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് ലോകരാജ്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഇതിന്. പക്ഷെ ഇവരിങ്ങനെ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള നിലപാടെടുക്കുമ്പോൾ ലോക ജനത തന്നെ ഉയർന്നിട്ട് പോരാളികളായാൽ തന്നെ ഇത് തടയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. അതാ ഞാൻ പോരാളി പറഞ്ഞത്. റോയ് സാർ പറഞ്ഞോളൂ. പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, ജോർജ് സാർ ഉണ്ടോ? മനോജ് സാർ ഫ്രീ ആണോ? ജോസഫ് സാർ? നമസ്കാരമുണ്ട് വിജയരാമൻ സാർ. സാറിന്റെ ക്ലാസ് ഞാൻ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ മുംബൈയിലാണോ ഉള്ളത്, എങ്കിലും സാറിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഞാൻ വളരെ സമയം ഉണ്ടാക്കിയിട്ട് ഇരുന്നപ്പോ എന്റെ ഇടയ്ക്കൊന്ന് ഡിസ്റ്റർബ് ആയി വേറൊരു ആള് വന്ന് അങ്ങനെ ഇരുന്ന സാറിന്റെ ഫുള്ള് ക്ലാസ് കേൾക്കാൻ പറ്റില്ല. സാറിന്ന് എടുത്തോണ്ട് വന്ന ഈ സബ്ജക്റ്റിന് പ്രാധാന്യമൊന്നല്ല, അതി സീരിയസ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് സാറ് ഇന്നിവിടെ കൊണ്ട് സബ്ജക്റ്റിനോട് ഞാൻ അങ്ങേറ്റം സാറിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം ഞാനും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ആണെന്നുള്ള രീതിയുണ്ട്. ഞാൻ എന്റെ കൂടുതലും വാട്ടർ റിസോഴ്സുമായിട്ട് ബന്ധമുള്ള ആളായതുകൊണ്ട് സാറ് പറഞ്ഞ ഇത്രയും കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. സാറ് വളരെയധികം ഡേറ്റകളൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഡോക്ടർ സുധോനോടും എഗ്രി ചെയ്യുന്നുണ്ട്. കാര്യം സാധാരണ ജനങ്ങൾ ഇതൊന്നും അറിയത്തില്ല. സാറിന് കൊണ്ടുവന്ന ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു അവബോധം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും പറ്റുന്ന കാര്യങ്ങളാണ്. സാധാരണക്കാർക്ക് അറിവിലേക്ക് ഇപ്പൊ ഞാൻ തന്നെ അതിനെ കുറിച്ച് സാറിനോട് കമന്റ് പറയാൻ സാറിന് കൊണ്ടുവന്ന ആ സബ്ജക്റ്റിന്റെ വൈവിധ്യം കാരണം എനിക്കൊന്നും പറ്റുന്നില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ഇതൊരു വലിയ പ്രതിഭാസം തന്നെയാണ്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെ കുറെ കാലമായിട്ട് മനുഷ്യരൊക്കെ അവലാതിപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നുള്ള ഒരു കാര്യം തന്നെയാണ്. മനുഷ്യർക്ക് അതിനകത്ത് പങ്കുണ്ട്. മനുഷ്യരുടെ ആയിട്ടുള്ള പ്രവർത്തികൾ കാരണമാണ് ഇതെല്ലാം ഉണ്ടായെന്നുള്ള സാറ് പറഞ്ഞൊക്കെ 100% ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം എനിക്ക് പറയാനുള്ള സാർ, നമ്മൾ ഈ പ്രകൃതിയിലെ കാര്യന്ന റിസോഴ്സുകളെ ഈ പറഞ്ഞ ഒരു പരിധി വരെ ഏത് മനുഷ്യർക്ക് ഡാമേജ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ പറഞ്ഞ ഉത്കണ്ഠകളും വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഭയപ്പാടുകളും കുറച്ച് കൂടിപ്പോയതിന് അഭിപ്രായമുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഡീസാലിനേഷൻ ചെയ്യുന്ന ആളായിരുന്നു. കടലിലെ വെള്ളം ആർക്കെങ്കിലും പറ്റിക്കാൻ പറ്റും, ലോകത്തിലെ ഏത് ശക്തിക്ക് പറ്റും. ഈ ഡീസാലിനേഷന് എതിരായിട്ടുള്ള ഒരുപാട് കൺട്രികളുണ്ട്. ഒരുപാട് കൺട്രികളുണ്ട് സാർ. ഡീസാലിനേഷൻ സമയത്ത് ഓസ്ട്രേലിയയിൽ ഒരു നദികളും പിന്നെ കടലടക്കം വറ്റിപ്പോയ സമയത്ത് കുടിവെള്ളം ഇല്ലാതെ വരുന്നപ്പോ കടലാണ് അവർക്ക് ഇതായിട്ട് വന്നത്. കടലിനെതിരെ ഇപ്പോഴും എന്താണ് ഡീസാലിനേഷനെതിരായിട്ട് കടലിനെ പിന്നെ മലിനീകരിക്കുന്നു, കടലിലെ ഉപ്പുവെള്ളമൊക്കെ കൂട്ടുന്നു. ഇതൊക്കെ മണ്ടത്തരമാണ് സാറേ. പ്രകൃതിയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല.
ഇപ്പൊ ഞാൻ ഇതുമായിട്ട് തന്നെ ഞാൻ പറയാം സാറേ, ഈ ബയോമിമിക്രി എന്ന് പറഞ്ഞ ഒരു വേർഡ് എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ കൂട്ടത്തിൽ? ഇപ്പൊ ആകെപ്പാടെ 12-13 പേരേ ഉള്ളൂ സാബു സാറേ. ബയോമിമിക്രി കേട്ടിട്ടുണ്ടോ ഈ വേർഡ്? വിജയരാമ സാറിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ബയോമിമിക്രി കേട്ടിട്ടുണ്ടോ സാറ്? അത് സാറിന് ചിലപ്പോ ഈ വിഷയമായിട്ട് നിന്ന ആളായത് കൊണ്ട് തീർച്ചയായിട്ടും വിജയരാമൻ സാറിന് അറിയാം. സാറിനോട് എനിക്ക് പറയാനുണ്ട്. സാറ് പറഞ്ഞതിന്റെ ശേഷം പറയല്ലോ നല്ലത് അല്ലെ? ഇടയ്ക്ക് കയറി പറയണ്ടല്ലോ. പറഞ്ഞു. അല്ല, ഞാനൊരു ഇടയ്ക്ക് സാറിനോട് ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. സാറിന് പറയാനുള്ളത് പറയുകയും ചെയ്യാം. എങ്കിലും പ്രകൃതിയൊന്നും മനുഷ്യർക്കല്ല, ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഭയപ്പാടുകൾ, ഉത്കണ്ഠകളൊക്കെ വേണം, നമ്മളതിനൊക്കെ അവയർനെസ് ഉണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പ്രകൃതി എന്നും മാറിക്കൊണ്ടിരുന്ന, ഇപ്പൊ ഞാൻ 100% സുധമൻ ഡോക്ടർ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് വന്നിട്ടുണ്ട്, തിരിച്ച് നമ്മുടെ റിസോഴ്സിനൊന്നും പറ്റിയിട്ടുമില്ല. ഇപ്പൊ സാറ് ഇപ്പൊ കൊച്ചി അടക്കം ഇപ്പൊ പലരും, ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴേ വീട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ പറഞ്ഞുള്ള ഭയപ്പാടുകൾ കാരണം ഫോർട്ട് കൊച്ചിയിൽ കടലിനടുത്തോണ്ടിരുന്ന നല്ല പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പേടിയാ സാറേ, ഇതൊക്കെ പേടിച്ചിട്ട് കൂടുതലാണ്. വരാനുള്ള കാര്യങ്ങള് ഇപ്പൊ 2018 വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ആയിരിക്കും. ആർക്കെങ്കിലും തടയാൻ പറ്റിയോ? അപ്പോ പ്രകൃതിയിൽ നടക്കാണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ഇതിനെതിരെ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ കൂടി വന്നാലും പ്രകൃതി ചെയ്യും. പ്രകൃതിക്ക് ഇത് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. സുനാമി ഉണ്ടായപ്പോഴും ഒക്കെ ഇത് തന്നെയൊക്കെ. ഇതെല്ലാം മനുഷ്യരെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിനകത്തൊന്നും കാര്യം. പ്രകൃതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വേറെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല, പ്രളയം ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഈ ടൈം ലൈനിൽ മനുഷ്യനുള്ളതുപോലെ പ്രകൃതി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. മഴ കുറയും, ചൂട് കൂടും, ചിലപ്പോൾ തണുപ്പ് കൂടും. ഞാൻ ഡോക്ടർ സുധോധനം പറഞ്ഞതിനോട് 100% യോജിക്കും. സാറിനെ ഞാൻ ഈ പറഞ്ഞതിനോട് ഖണ്ഡിക്കുന്നുമില്ല. മനുഷ്യന് അതെ. അപ്പോൾ നമ്മൾ സാറ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ 100% സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇപ്പൊ വേസ്റ്റ് മാനേജ്, ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരു പേപ്പർ താഴെ ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് അവയർനെസ് ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവയറുള്ള നമ്മുടെ അവയർനെസ് ഇല്ല ശരിക്കും. ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങൾ ഇപ്പോഴും ഇവിടുത്തെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ എന്തൊക്കെയോ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരിക്കൽ പോലും ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ തലയെ കയറ്റി വെക്കുന്നു, കുറെ അറിവ് കൂടുന്നു. സ്കൂളിൽ എന്താ പഠിപ്പിക്കും ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ സാറ് 1ാം ക്ലാസ് പോലെ അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് സാറേ. ഓമന ടീച്ചർ പറഞ്ഞ് ഞാൻ കേട്ടു. അമേരിക്കയിലും ഉണ്ട്, സെയിം കാര്യമുണ്ട്. ട്രംപ് പറഞ്ഞ വേറെ വിഷയം. പക്ഷേ വേണ്ടത് ജനങ്ങളിലുള്ള ചുട്ട മുതൽ ചുരുള വരെ എന്ന് പറയുമ്പോൾ ഇതുള്ള അവബോധങ്ങൾ ഇല്ലാതെ പോയത് കൊണ്ടാണ് സാറേ കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് മറിയുന്നത്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ഈ പറഞ്ഞ പോലുള്ള ഭയപ്പാടുകൾ നമുക്ക് വേണ്ട സാറേ ഒരു കെയർഫുൾ ആയിരിക്കണം എന്നുള്ള സത്യമുണ്ട്. പിന്നെ നമ്മളാൽ കഴിയുന്നത് കുറച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതുമാണ്. അതുകൊണ്ട് പ്രകൃതി എന്തെല്ലാം ചെയ്യാനായിട്ട് ഇനി വരാനിരിക്കുന്ന സാറേ, മനുഷ്യനെ ഒന്നും തടയാൻ പറ്റത്തില്ല. അത് അംഗീകരിച്ചേ പറ്റൂ സാറേ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ സാറേ. സാറിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ട് ഇത് വിവിധ തലങ്ങളിൽ, സ്കൂൾ തലത്തിൽ നിന്ന് തുടങ്ങി സാറ് അവയർനെസ് ക്ലാസ് എടുക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് സാറ് പറഞ്ഞ 100% എല്ലാ കാര്യത്തോടും എല്ലാ ഫാക്ടുകളും നിരത്തി സാറ് അതിമനോഹരമായിട്ട് പല കാര്യങ്ങളും അറിയാൻ വയ്യാത്ത എത്രയോ കാര്യങ്ങൾ സാറിന്റെ ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ കൂടെ ചെയ്തു എന്നുള്ള വലിയ കാര്യമാണ്. ഇറ്റ് ഇസ് കണ്ടന്റ് റിച്ച്. അതുകൊണ്ട് വിജയരാമൻ സാറിന്റെ ഈ പറഞ്ഞ ഇന്നത്തെ ഈ ക്ലാസ്സിനും അതോടൊപ്പം സാറ് തുടരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും 100% ഐക്യദാർഢ്യവും ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഇരിക്കുന്ന എല്ലാവരും നേർന്നുണ്ട്. സാബു സാറെ, എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ മനോജ് സാർ, സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാറ്റഗറൈസ് ആയിട്ട് വാക്കുകളിൽ മറുപടി, കാരണം അതും കൂടി അവയർനെസ്, സുബോധൻ സാറ് പറഞ്ഞ പോലെ ഉള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട്, അവബോധത്തിന് വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. സാർ ആദ്യം പറഞ്ഞത് ഡീമിനറലൈസേഷന്, മറ്റേ സമുദ്രജലത്തിന് കുടിവെള്ളം ഉണ്ടാക്കുന്നത് അതിനൊന്നും ആരും എതിർക്കുന്നില്ല. അതുപോലെ തന്നെ സുസ്ഥിരമായ ഏത് ഡെവലപ്മെന്റിനെയും ഇന്നത്തെ ശാസ്ത്രജ്ഞരും ഇന്നത്തെ ഈ പോസിറ്റീവായിട്ടുള്ള പരിസ്ഥിതി അവബോധമുള്ളവരെ എതിർക്കുന്നില്ല.
അതൊന്നും തെറ്റാണെന്ന് പറയുന്നൊന്നുമില്ല. അത് ചിലരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതും ഈ പരിസ്ഥിതിക്കെതിരെ സംസാരിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ വികസനം നമുക്ക് വേണം. ഇതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം തീർക്കാൻ വേണ്ടിയിട്ട് സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ട് എടുക്കാം. അതൊന്നും തെറ്റായുള്ള കാര്യങ്ങളല്ല. അതുപോലെ ഏത് കാര്യം, ഇന്നോവേഷൻ ആയിട്ടുള്ള എന്ത് കാര്യവും വഴിയാണ് ഇത് തടയേണ്ടത്. പക്ഷെ സാറ് പറഞ്ഞതില് ഞാൻ വിയോജിക്കുന്നത് ഒരേ ഒരു കാര്യത്താണ്. സാറ് പറഞ്ഞു പ്രകൃതിയുടെ പ്രക്രിയയാണ് ഇത്. സുധാകരൻ സാർ അറിഞ്ഞുകൊണ്ടാണ് ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു സംശയം, ഈ തെറ്റ് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സുധാകരൻ സാർ അങ്ങനെ ഇടപെട്ടെന്ന് സുധാകരൻ സാർ പറഞ്ഞു എന്ന് പറയുന്നു. അതിന് ഞാൻ വളരെയധികം ശ്ലാഘിക്കുകയാണ്. പ്രകൃതി പരിസ്ഥിതി ഈ രണ്ട്, അതില് പ്രകൃതിയുടെ സ്വഭാവമാണ് ഈ കാലാവസ്ഥ മാറ്റം എന്നാണ് സാർ പറഞ്ഞത്. പ്രകൃതി എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയാല് ഈ പ്രകൃതിയുടെ പ്രവർത്തനങ്ങള് ഇത് വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം, തീവ്രമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രകൃതി ഒടുക്കും എന്നാണ് പറയാം. നമുക്കറിയാവുന്ന കാര്യം പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഒടുക്കുന്ന രീതിയിലാണ് ഇപ്പൊ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊടുങ്കാറ്റും ചുഴലിക്കൊടുങ്കാറ്റ്, പ്രളയം, അതുപോലെ തന്നെ വരൾച്ച, പട്ടിണി, ഇതേ രീതിയിൽ മനുഷ്യനെയും ജീവികളെയും ജീവനെയും നശിപ്പിക്കുന്ന രീതിയിലാണ് പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ വരുന്നത്. പലപ്പോഴും അങ്ങനത്തെ പ്രകൃതി പ്രവർത്തനങ്ങൾ ഉണ്ട്. പല രീതിയിൽ 5 തവണ ജീവനാശം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും നിഷേധിക്കുന്നില്ല. അത് പല കാരണങ്ങളാലും ജീവനാശം ഉണ്ടായിട്ടുണ്ട്. നോഹയുടെ പെട്ടെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പ്രകൃതിയുടേതായുള്ള ഒരു പ്രക്രിയ ഉണ്ട്. പ്രകൃതി എന്നുള്ളത് പരിസ്ഥിതിയുടെ ഒരു, ഞാൻ പറയുകയാണെങ്കിൽ പ്രാകൃതമായിട്ടുള്ള പേരാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ഗ്ലേഷ്യർ എന്നുള്ളത് ഒരു 12,000 കൊല്ലം മുന്നെയാണ് അവസാനിച്ചത്. ഇന്റർ ഗ്ലേഷ്യർ പീരീഡാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കാലഘട്ടത്തില് പ്രകൃതി നന്മയാണ് നമുക്ക് മനുഷ്യ ജീവികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നന്മയെ നമ്മളെ പ്രവൃത്തി കൊണ്ട് പ്രകൃതിയുടെ പ്രവർത്തനത്തെ നമ്മൾ ചെയ്യണം. പ്രകൃതിയുടെ സ്വാഭാവികമായ നല്ല പ്രവൃത്തി, പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി മനുഷ്യനും ജീവജാലങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് പ്രകൃതി. ഈ പ്രകൃതിയുടെ സ്വാഭാവിക പ്രവൃത്തിയെ മനുഷ്യൻ അവന്റെ അത്യാർത്തി കൊണ്ട് നശിപ്പിക്കുകയാണ്. അതാണ് ആഗോളതാപനം. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രകൃതി അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ ഒടുക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു പരിസ്ഥിതി ശാഖ ഉണ്ട്. അതിന് ഗെയ്യ ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഗെയ്യ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ദേവതയാണ്. നമ്മള് മലയാളികള് പരാശക്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഭൂമി ഒരു ദേവതയാണ്, ഭൂമി ദേവിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന പോലെ ഗ്രീക്ക് വിശ്വാസം ഗയ്യ എന്ന ദേവതയാണ് ഭൂമി എന്ന് പറയുന്നത്. ഇപ്പൊ ഗയ്യ ഹൈപ്പോത്തസിസ് എന്ന പരിസ്ഥിതി ശാഖ പ്രകാരം ശാസ്ത്രജ്ഞന്മാർ, ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ തന്നെ അതിലുണ്ട്. അവര് പറയുന്നത് ഭൂമി ഒരു ലിവിങ് എൻറ്റൈറ്റി, അതായത് ജീവിയെ പോലെ പെരുമാറുന്നതാണ്. ജീവനുള്ള ഒരു പ്രതിഭാസം പോലെയാണ് ഭൂമി. ആ സാറ് പറയുന്ന പ്രകൃതി അതാണ് ചെയ്യുന്നത്. ജീവനുള്ള, അതിനെ ദ്രോഹിക്കുന്നവരെ ശക്തമായി ഒടുക്കുന്ന രീതിയിൽ തിരിച്ച് പ്രകൃതി ചെയ്യുന്നുണ്ട്. അതിനെ സംരക്ഷിക്കുന്ന രീതിയിലും പ്രകൃതി ചെയ്യുന്നുണ്ട്. വ്യക്തമായിട്ടും നമ്മുടെ പരാശക്തി, ആദിപരാശക്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മള്, അതുപോലുള്ള ഒരു ദേവതയാണ് ഭൂമി എന്നാണ് ശാസ്ത്രജ്ഞന്മാര് തെളിവോടുകൂടി വിശ്വസിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ഗയ്യ ഹൈപ്പോത്തസിസിൽ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് കൊല്ലം ഈ ഭൂമിയില് ഒരു നഗരത്തിൽ കൂടുന്നുണ്ട്. അവര് അവരുടെ കണ്ടുപിടുത്തങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മൂവ്മെന്റ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ശാസ്ത്രത്തിന്റെ സത്യം. സാറ് പറയുന്ന പോലെ പ്രകൃതിയുടെ പ്രവർത്തനത്തിന് എതിരാണ് ഈ ആഗോളതാപനം. നമ്മൾ ചെയ്യുന്നതാണ്, അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ തിന്മകൾ സംഭവിക്കുന്നത്. പ്രകൃതി ഒരിക്കലും ജീവനെ അങ്ങനെ വല്ലാതെ ദ്രോഹിക്കുന്നില്ല. 5 തവണ ഈ വംശനാശം അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്യഗ്രഹങ്ങൾ വന്നിട്ടും തട്ടിയിട്ടും അങ്ങനെ പല കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പ്രകൃതിയുടെ സ്വാഭാവിക പ്രവൃത്തിയല്ല ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത് മനുഷ്യൻ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തിയാണ്. അതിന്റെ ദുരന്ത ഫലങ്ങളെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പ്രകൃതി മനുഷ്യനെയും ജീവനെയും ഒടുക്കുന്ന രീതിയിലായിരിക്കും പ്രതികരിക്കുക.
ഓക്കെ. ജോർജ് സാർ ഉണ്ടോ? ജോർജ് സാർ, ഗോകുമാർ സാർ, മാത്യു സാർ, ജോസഫ് സാർ, ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ, അപ്പോൾ താങ്ക് യു. വിജയരാമൻ സാറിന് കണ്ടിന്യൂഷൻ ഉണ്ടോ? ഇല്ല സാർ, ഞാൻ സാർ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു 2 മണിക്കൂറിൽ ഇതിൽ ഒതുക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ കണ്ടന്റ് ചെയ്ത പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, ഒരു എങ്ങനെ നമുക്ക് ഈ പ്രകൃതിയുടെ ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു മാർഗനിർദ്ദേശം കൂടെ ഒരു ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. പല ഏരിയകൾ എങ്ങനെ ഈ വിഷയമുള്ളൂ. ഇപ്പോ നമുക്ക് നോക്കാം ആൾക്കാരെ എങ്ങനെ പ്രതികരിക്കണം, ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്കിപ്പോ പറഞ്ഞു ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു പ്രശ്നം പറഞ്ഞു, നമ്മൾ പറഞ്ഞല്ലോ വനനശീകരണം, ഇത് തന്നെ ഒരു ക്ലാസ്സിലേക്ക് എടുക്കാം. അതുപോലെ തന്നെ കാർബൺ എമിഷന്റെ മാത്രം ഒരു ക്ലാസ്സിൽ എടുക്കാം. ജൈവ വൈവിധ്യ നാശത്തിനെ കുറിച്ച് കാശെടുക്കാം. മനോജ് സാർ പറഞ്ഞല്ലോ, ആ ആൻസൈറ്റി, ഉത്കണ്ഠയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സുധാകരൻ സാർ പറഞ്ഞു, ഇപ്പൊ നമ്മളിപ്പോ AC കാർ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് AC ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. അതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് ജീവിക്കാം. അഡാപ്റ്റേഷൻ, അതൊരു സബ്ജക്റ്റ് ആക്കി എടുക്കാം. അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ നിന്ന് നമുക്ക് എടുക്കാവുന്നുള്ളൂ. അതിനൊക്കെ എല്ലാം കപ്പാസിറ്റി എനിക്ക് അറിയാം, എന്റെ ഉണ്ട്. അതങ്ങനെ നമുക്ക് എടുക്കാവുന്നുള്ളൂ. പക്ഷെ ആൾക്കാർക്ക് എങ്ങനെ താല്പര്യം എന്നുള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാം. താല്പര്യമല്ല, ഇപ്പൊ നമ്മളുടെ മുമ്പിലുള്ള ഒരു വലിയ പ്രോബ്ലത്തെ കുറിച്ചാണ് സാർ പറഞ്ഞത്. ഇതിന്റെ ഒരു സൊല്യൂഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഇനിഷ്യേഷൻ എന്തായിരിക്കണം എന്നുള്ള ഒരു തലം കൂടെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2 തരത്തിലുള്ളൂ. ഒന്ന് ഡോക്ടർ സുധാകരൻ സാർ പറഞ്ഞ പോലെ അഡാപ്റ്റ് ചെയ്യാം. ഇപ്പൊ പല 5 ദ്വീപ് രാജ്യങ്ങളെല്ലാം അഡാപ്റ്റേഷൻ തുടങ്ങി. നമ്മളും അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. കേരളം തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് ഇപ്പൊ നമ്മുടെ സർക്കാർ പറയുന്നുണ്ടല്ലോ, എന്താണ് പുതിയ കേരളം, നവകേരള സൃഷ്ടി. ഇത് അഡാപ്റ്റേഷനാ. ഇപ്പോ ആഗോളതാപനം തടയാൻ പറ്റുന്നില്ല. ഇപ്പൊ നിർത്തിക്കഴിഞ്ഞാലും, സീറോ എമിഷൻ ആയി കഴിഞ്ഞാലും ഇത് ഇതേ രീതിയിൽ തുടരും. അതായത് ഈ കാലാവസ്ഥ മാറ്റം ഇതേ രീതിയിൽ തുടർന്നിട്ട് നമുക്ക് സർവനാശങ്ങൾ ഉണ്ടാക്കും. ഉരുൾപൊട്ടലുകള്, മഹാപ്രളയം, വരൾച്ച, ഇത് തുടരും, ഒരു സംശയമില്ല. അതുപോലെ ഡോക്ടർ ഐസക് നമ്മുടെ മന്ത്രിയൊക്കെ ഉണ്ടല്ലോ, തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാവുന്ന വിഷയം അതൊക്കെ. അപ്പോ ഇനി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തത്, ഈ ഓസോൺ പാളിയുടെ നാശം നമ്മൾ തടഞ്ഞതുപോലെ ലോക രാജ്യങ്ങൾ മുഴുവൻ, വികസിത രാജ്യങ്ങളെ പ്രത്യേകിച്ചും, ഒന്നിച്ച് ശ്രമിച്ച് ഇത് തടയാൻ ചെയ്യാം. അത് അങ്ങനെ ഒരു വഴിയുണ്ട്. അല്ലെങ്കിൽ നമുക്കൊക്കെ അഡാപ്റ്റ് ചെയ്തേണ്ടി വരും. വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് വെച്ച് മുന്നോട്ട് പോകണം. അതാണ് അഡാപ്റ്റേഷൻ. ഓക്കെ സാർ, അതാണ് അതിന്റെ എങ്ങനെ നേരിടണം എന്നുള്ളതിലുള്ളത്. ഓക്കെ സാർ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക്, കാരണം ഇതൊരു വലിയ റിസോഴ്സ് ആണ്. നമ്മൾക്ക് ഒരു പൊതുബോധത്തിലേക്ക് ആളുകളെ എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ടാകാവുന്ന എന്താണോ അത് നമ്മൾ ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു അവയർനെസ് കിട്ടി. പക്ഷേ ഈ അവയർനെസ് നമുക്ക് ഇപ്പം എല്ലാവരും മാറുമെന്നോ പെട്ടെന്നൊരു ചേഞ്ച് വരുമോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നമ്മളൊരു ഒരു കാരണം പറയുക, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ അതിനെ നമ്മുടെ കേരള കോണ്ടെക്സ്റ്റിൽ എങ്ങനെ അതിനെ കൂടുതൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, കണ്ടൽക്കാടുകൾ കൂടുതൽ പിടിപ്പിക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എനിക്കറിയാം, മനോജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് പറവൂര്. അദ്ദേഹം ഏകദേശം ഒരു 10 സെൻറ്റോ 15 സെൻറ്റിൽ പുള്ളി ഒരു കാട് സൃഷ്ടിച്ചിട്ടുണ്ട്. പുള്ളി ക്ലാസ്സിന് വരും, സാറിൻ്റെ ക്ലാസ് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കും. അതുപോലെ തന്നെ അവിടെയുള്ള ഈ പാടങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഈ ഓപ്പോസിറ്റ് സൈഡിലെല്ലാം ചെറിയ ചെറിയ തടാകങ്ങളാണല്ലോ, അവിടെ എല്ലാം അദ്ദേഹം കണ്ടൽക്കാടുകൾ പിടിപ്പിക്കുകയും അതോടൊപ്പം കുട്ടികളെ മറ്റു സ്കൂളുകളിൽ നിന്നൊക്കെ അവിടെ കൊണ്ടുവന്ന് ഈ ചെളി വെള്ളത്തിലൊക്കെ നടത്തിച്ച് കുട്ടികളെ കൊണ്ട് കണ്ടൽക്കാടിൽ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു എൻവയോൺമെന്റലിസ്റ്റ് എന്ന തലത്തിലുള്ള ഒരു പ്രോസസ്സ് ചെയ്യുകയാണ്. ഇതുപോലെ ഒത്തിരി പ്രോസസ്സുകൾ ആളുകൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചോദിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയാനുള്ള ഒരു വേദിയായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ റെഡിയാണ് സാർ. കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ഓരോരോ കേൾക്കാൻ ആൾക്കാരില്ലെങ്കിലും പറയണം സാർ. വേറെ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ നമുക്ക്, അതാണ്. കാരണം നമ്മളിപ്പോ ചെയ്തു കൂട്ടുന്ന ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലം എപ്പോഴാണ് കൃത്യമായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല.
കണ്ടൽക്കാടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആ എസ്റ്ററീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം അതിന് പറയാം. അതന്നെ ഒരു ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ടോപ്പിക് ആക്കി എടുക്കാം നമുക്ക്. കാരണം ഒരുപാട് പറയാം. ക്ലാസ്സില് മനോജിനെ വിളിക്കാം. ഞാൻ മനോജിനെ പറഞ്ഞായിരുന്നു ക്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ സാറും റെഡി ആയിക്കും. അപ്പൊ നമുക്ക് സ്വല്പം ഇതൊരു വലിയ ഇൻട്രസ്റ്റിംഗ് എന്നല്ല, ഒരു വളരെ അത്യാവശ്യം. നമ്മൾ ഡൽഹിയെ കുറിച്ച് പറഞ്ഞില്ലേ, ഡൽഹിയിലുള്ള ശ്വാസത്തിന്റെ അവസ്ഥ വളരെ മോശമാണെന്നും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴല്ല അനുഭവിക്കപ്പെടുന്നത്, സ്വല്പം കഴിയുമ്പോഴായിരിക്കും അല്ലെ? ഒരു പ്രായം ഇപ്പൊ തന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പണമുള്ളവൻ പ്യൂരിഫയർ വെക്കുന്നു, അവൻ രക്ഷപ്പെടുന്നു. പക്ഷെ അവരും മാസ്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങണോ? പണമില്ലാത്തവന് ഈ ബ്രോങ്കൈറ്റിസ്, ആസ്തമ തൊട്ടിട്ട് ക്യാൻസർ, ശ്വാസകോശ ക്യാൻസർ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പണമില്ലാത്തവന് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണം വെച്ചാൽ എന്റെ ഫ്ലാറ്റിലുള്ള ഒരു കക്ഷി ഡൽഹിയിൽ വർഷങ്ങളായിട്ട് താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസത്തേക്ക് ഡൽഹിയിൽ പോയി. തിരിച്ചു വന്നപ്പോൾ പുള്ളിക്ക് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും, അസാധാരണമായ പ്രശ്നത്തിന്റെ ഒരു കോംപ്ലക്സിറ്റി അദ്ദേഹത്തിന് ഉണ്ടായി. അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അപ്പം എന്ന് പറയുന്ന പോലെ തന്നെ അതുകൊണ്ടാണത് അങ്ങനെ. അപ്പൊ അവിടെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സർക്കാർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചോദ്യമല്ല, പക്ഷെ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ എങ്കിലും ചെയ്യാം. ക്ലാസ് എടുക്കുന്ന വഴി നമുക്ക് ഇപ്പൊ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഈ ശരിയായ അവബോധം ഉണ്ടെങ്കിൽ ഒരു മരമെങ്കിലും ഒരാൾ വെച്ച് പിടിപ്പിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു ഫാനെങ്കിലും ആവശ്യമില്ലാതെ ഓടിക്കില്ല, ഒരു ലൈറ്റ് എങ്കിലും ആവശ്യമില്ലാതെ ഇടില്ല. ഞാനത് നിർബന്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മളോട് ഇങ്ങനെ ഓരോ പ്രാവശ്യം പല ദിവസം ആളുകൾ ചോദിക്കും, സാറേ ഇന്ന വിഷയത്തിലുള്ള ഒരു ക്ലാസ്സിനെ കുറിച്ച് അറിയണം. അപ്പം എൻവയോൺമെന്റൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഇത് പറയാം. അതാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്. കാരണം എപ്പോഴാണ് ആവശ്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോ നേരത്തെ ഓവർ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും ഇതിൽ പാഷനേറ്റ് ആയിട്ട് പഠിച്ചുള്ള കാര്യങ്ങളാണ്. ഞാൻ ജനങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട്, അവയർനെസ് ക്ലാസ് എടുത്തിട്ട് അവരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് PG ഡിപ്ലോമ പഠിച്ചത്. അങ്ങനെ ശരിക്കും ഹൃദയത്തിന്റെ ഭാഷ അതൊക്കെ പറഞ്ഞല്ലോ ഓവർ ടീച്ചർ, അത് അങ്ങനെ തന്നെയാണ് ഞാനിത് പഠിച്ചത്. അപ്പോ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, സാറേ ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ വേണം. സത്യത്തിൽ ഒറ്റ ലൈഫ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മളിവിടെ എടുത്തിട്ടില്ല. നമ്മൾ പേഴ്സണലി എടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഇവിടെ ഒരു ക്ലാസ് ലൈഫ് സ്കില്ലിന്റെ ടൈറ്റിൽ ഇല്ല. അപ്പൊ ഞാൻ എന്തൊരു മണ്ടത്തര ഞാൻ കാണിച്ചതെന്ന് ഞാൻ മനസ്സിൽ ചെയ്യുക. അപ്പൊ നമ്മൾ ആവശ്യം എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റത്തില്ല എന്നാണ്. ജോർജ് സാറും കൂടെ പറയും. ജോർജ് സാർ. താങ്ക് യു സാറേ. വിജയരാം സാർ എന്ത് പറയുക, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാനിപ്പോൾ ഓർക്കുക, ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓർത്തു, ഒരു 10-25 കൊല്ലം മുമ്പ് ഒരു ക്ലാസ്സിൽ വെച്ച് കേട്ടതാ, നിങ്ങളാരെങ്കിലും ഈ വെള്ളം പൊതിഞ്ഞുകൊണ്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ, വെള്ളം പൊതിഞ്ഞ് ഉപയോഗിക്കുന്ന അറിയാമോ എന്നൊക്കെ. അത് ചോദിച്ചപ്പോൾ ഇയാളെ പരിഹസിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ഇത് കേട്ടപ്പോൾ അങ്ങനെ മാറാൻ പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുപ്പികളിൽ വെള്ളം വന്നു. അതുപോലെ ഡൽഹിയിലൊക്കെ ഓക്സിജൻ പാർലർ തുടങ്ങിയിട്ടില്ലേ, ധാരാളം കാണും. നമ്മുടെ നാട്ടിൽ അന്ന് അയാൾ പറഞ്ഞതാ, കുറച്ച് കഴിയുമ്പോൾ ഈ കണക്കിനാ പോണെങ്കിൽ ഓക്സിജൻ കിട്ടാതെ ഇടയ്ക്കിടയ്ക്ക് ഈ ജ്യൂസ് കുടിക്കാൻ മുറുക്കാൻ കടയിൽ പോകും പോലെ പ്രാണവായുവിന് വേണ്ടിയിട്ട് ബൂത്തുകൾ തുടങ്ങുക, അവിടെ പോകേണ്ടി വരും. എത്രയോ ശരികളാണ് ആ പറഞ്ഞതൊക്കെ. അന്ന് അവരെ പരിഹസിച്ച നമ്മളൊക്കെ എത്രയോ വിട്ടികളായിരുന്നു, തിരിച്ചറിവില്ലാത്തതുകൊണ്ട്. സമയം വൈകിയതുകൊണ്ട് ഞാൻ അധികം പറയണില്ല, പറയണ്ടെന്ന് കരുതിയിരുന്നു. അപ്പോഴാ ഇവിടെ പിരിഞ്ഞു പോയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു സാർ. അടുത്ത ക്ലാസ്സിന് കാത്തിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു വിജയരാമൻ സാർ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നാളെ നമുക്ക് ആന്റണി സാറിന്റെ ക്ലാസ് ആണ്, മൈൻഡ്ഫുൾനെസിന്റെ പുതിയൊരു സെഷൻ. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്.